ഇപ്പം ഇറാൻ ഷീഇ ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശം. ഇറാനിലെ അതേ ഷീഇ ഭൂരിപക്ഷമാണ് അസർബൈജാൻ. ഇറാനിലെ ഷിയാക്കൾ എന്താണോ അത് തന്നെയാണ് അസർബൈജാനിലെ ഷിയാക്കൾ. പക്ഷെ അസർബൈജാന്റെ പ്രധാനപ്പെട്ട പ്രിഫേർഡ് പാർട്ട്ണർ ആരാ? ഇസ്രായേലാണ്. അതേസമയം അർമീനിയ ക്രിസ്ത്യൻസ് ആണ്. ക്രിസ്ത്യാനിറ്റിയുടെ ഒറിജിനൽ ഏറ്റവും ഒന്നാമത്തെ ദേവാലയം അവരുടെ ഉള്ള സ്ഥലമാണ് അർമീനിയ. അരാമിക് ഭാഷയുടെ തന്നെ ഉത്ഭവസ്ഥാനം അർമീനിയാണ്. പക്ഷെ അർമീനിയ ഫലസ്തീനികളാണ് പിന്തുണക്കുന്നത്. ഫലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി അവർ ഒരുപാട്. അപ്പോൾ അതാണ് പൊളിറ്റിക്സ്. ആ പൊളിറ്റിക്സ് നമുക്ക് പലപ്പോഴും മനസ്സിലാവില്ല. പുറത്തുനിന്ന് നമ്മൾ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾ ഇതിൽ ഇടപെടാത്തത്, എന്തുകൊണ്ടാണ് ആളുകൾ ശബ്ദം ഉയർത്താത്തത് എന്നൊക്കെ നമുക്ക് പറയും. ഈ എപ്പിസോഡിൽ നമ്മളെ കൂടെ ഉള്ളത് ഞാൻ ഒരുപാട് കാലമായിട്ട് ഫോളോ ചെയ്യുന്ന, ഒരുപാട് കാലമായിട്ട് വായിക്കുന്ന, എപ്പിസോഡിൽ പലപ്പോഴും കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയക്കുകയും അങ്ങനെ പെട്ടെന്ന് നാട്ടിൽ വരുന്നുണ്ടെന്നും കോഴിക്കോട് വെച്ചിട്ട് നമുക്ക് എപ്പിസോഡ് ചെയ്യാമെന്നും പറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് ഈ എപ്പിസോഡ് ലഭിക്കുന്നത്. വളരെ സങ്കീർണമായൊരു ഏരിയയാണ് ഈ ഗ്ലോബൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഈ ഏരിയയിൽ ഒരുപാട് കാലങ്ങളായിട്ട് വർക്ക് ചെയ്യുകയും ഔട്ട്പുട്ട് കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ എന്നുള്ളത്. ഡോക്ടർ താജ് അലുവ ഗ്രന്ഥകാരനും നിരീക്ഷകനും ജേർണലിസ്റ്റുമാണ്. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് സംശയങ്ങളുണ്ടാകും. അത് ലോകതലത്തിൽ നടക്കുന്ന യുദ്ധങ്ങളായിക്കോട്ടെ, നമുക്കിടയിലും നമുക്ക് മുന്നിലും നടക്കുന്ന ചെറിയ ചെറിയ കോൺഫ്ലിക്റ്റുകളായിക്കോട്ടെ, ഇതിനൊക്കെ അദ്ദേഹത്തിൻ്റെതായ ഒരു പേഴ്സ്പെക്റ്റീവിൽ അദ്ദേഹം ഉത്തരം തരാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് മുഴുവനായിട്ട് നിങ്ങൾ കാണുക, എന്നിട്ട് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഇതിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു സെഷൻ ഉണ്ടായിരുന്നു, ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു സെഷൻ. ആ സെഷനിൽ ഒരുപാട് കാര്യങ്ങൾ ആ സെഷനിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പലരോടും അന്വേഷിച്ച സമയത്ത് നിങ്ങളുടെ പ്രൊഫൈൽ ഇങ്ങനെ ഓരോരുത്തർ പറയും. അപ്പോൾ അതിൽ നിരീക്ഷകനായിട്ടുണ്ട്, അതേപോലെ മീഡിയ രംഗത്തുണ്ട്, പല രംഗത്തുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളെങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ വാസ്തവത്തിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു പ്രൊഫൈൽ ഒരു 100 വേർഡ്സ് എബൌട്ട് എന്നുള്ള ഇതുണ്ടല്ലോ, അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. To do justice to people who are denied justice. അതായത് നമുക്കറിയാവുന്ന പോലെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. മിക്കവാറും അനീതിയാണ് ലോകത്ത് നിറഞ്ഞേക്കണം. അനീതി പല രൂപത്തിലുണ്ട്. ചിലപ്പോൾ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഗവൺമെൻറ് ലെവലിലുള്ള അനീതിയുണ്ട്, സോഷ്യലായിട്ടുള്ള ഇൻജസ്റ്റിസ് ഉണ്ട്, അതുപോലെ മാധ്യമ രംഗത്തുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ സാധിക്കും നീതിയുടെ ഒരു ലംഘനം എല്ലായിടത്തും കാണാൻ സാധിക്കും. അപ്പോൾ എവിടെയൊക്കെ അത് നിഷേധിക്കപ്പെടുന്നോ അവിടെയൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ, നമുക്കറിയാം നമ്മൾ ചെറിയ വ്യക്തിത്വങ്ങളാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇൻഫ്ലുവൻസിൻ്റെ ആ ഒരു സ്ഫിയർ എന്താണ്, നമ്മുടെ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ് വളരെ ചെറുതാണ്. പക്ഷേ ആ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസിൽ ഫോക്കസ് ചെയ്തിട്ട് എവിടെയൊക്കെ നീതിയുടെ കുറച്ച് വെളിച്ചം പരത്താൻ പറ്റുമോ, അത് നമ്മളുടെ സർക്കിള്, നമ്മൾ നിത്യേന ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ആ സർക്കിളിൽ ഒക്കെ അത് പരത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ആ ഒരു പ്രൊഫൈലിൽ നിന്നിട്ടാണ് ഞാൻ കാര്യങ്ങൾ നോക്കുകയാണ്. അതിപ്പോൾ ഇപ്പോൾ പുസ്തകം എഴുതുന്ന ഒരു രംഗത്തായാലും, മിഡിൽ ഈസ്റ്റിലെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്യുന്നിടത്തായാലും, ഫൈനാൻഷ്യൽ ഫ്രീഡത്തെക്കുറിച്ച് ആളുകൾക്ക് അവയർനെസ് കൊടുക്കുന്ന കാര്യത്തിലായാലും, അതിനകത്തേക്ക് ഞാൻ വരാം ഡീറ്റെയിൽ ആയിട്ട്. അവിടെയൊക്കെ കാണുന്ന നീതി നിഷേധിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന ആളുകൾക്ക് ഏതെങ്കിലും രൂപത്തിലൊരു സപ്പോർട്ടാവുക, അതിനെക്കുറിച്ചൊരു എഡ്യൂക്കേഷൻ ആളുകൾക്ക് കൊടുക്കുക. അവിടെയാണ് ഞാൻ എന്നെ തന്നെ പൊസിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റിൽ എക്സ്പെർട്ട് ആണെന്നാണ് പറയാറുള്ളത്. അപ്പോൾ അത് പലപ്പോഴും കൗതുകം തോന്നും. നമ്മൾ ന്യൂസ് എടുക്കുമ്പോൾ അതിലൊരു നിരീക്ഷകൻ വരിക എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് ഒരു നിരീക്ഷകനാവുക, ഒരാൾ എങ്ങനെയാണ് ഇതിൽ എക്സ്പെർട്ടായി മാറാൻ. ഇപ്പോൾ ഈവൻ ഞാൻ പഠിക്കുന്നത് വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ് ആണ്. മിഡിൽ ഈസ്റ്റേൺ, നമ്മളിവിടെ ഇന്ത്യയിൽ വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ് എന്ന് പറയും. അപ്പോൾ വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ് പഠിക്കുന്ന ഒരാൾ നിരീക്ഷകനാകും. എങ്ങനെയാണ് ആ പ്രോസസ്സ് എന്ന് ഒരാൾക്കും അറിയില്ല. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മീഡിയ പേഴ്സൺ, നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ഒരു മീഡിയ ഒരു പ്രൊഫൈൽ. യെസ്. അപ്പോൾ അതിലെങ്ങനെയാണ് ഒരു നിരീക്ഷകൻ എന്നുള്ള അർത്ഥത്തിലേക്ക് എത്തുക. അതേപോലെ മറ്റു പല മേഖലകളിൽ എന്നോട് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, പ്രവാസികൾ പലരും അവിടെ എത്തിയതിനു ശേഷം പലപ്പോഴും ഇങ്ങനെയുള്ള മേഖലകളിൽ എൻഗേജ് ചെയ്യാൻ മറന്നു പോകാറുണ്ട്. അവരുടെ ജോബുമായിട്ട് ബന്ധപ്പെട്ട് പല പണികളിലേക്ക് എൻഗേജ് ചെയ്യുന്ന സമയത്ത് കൾച്ചറൽ, അതേപോലെ മീഡിയ, അല്ലെങ്കിൽ അവർക്ക് കഴിവുള്ള മേഖലകൾ മറന്നു പോകാറുണ്ട്. സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ. എങ്ങനെയാണ് നിങ്ങൾ ഇതിലൊക്കെ ഇങ്ങനെ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ പലപ്പോഴും ഖുറാൻ ക്ലാസ് കേൾക്കാറുണ്ട്, ആഴ്ചകളിൽ യൂട്യൂബിൽ വരുന്ന ഖുറാൻ ക്ലാസ് കേൾക്കാറുണ്ട്, ഖുതുബകൾ കേൾക്കാറുണ്ട്. ഇതെങ്ങനെയാണ് ഓരോ ആക്ടിവിറ്റീസ് ഇങ്ങനെ ഡെയിലി ചെക്ക് ചെയ്യാൻ പറ്റും? അതായത് എനിക്കതിനകത്ത് തോന്നിയിട്ടുള്ളൊരു സംഗതി, ഇപ്പോൾ ഗൾഫിൽ അവിടെ നിന്ന് തുടങ്ങാം, ആ പോയിന്റിൽ നിന്ന് തുടങ്ങാം. അതായത് ഗൾഫിലെത്തിയപ്പോൾ ഞാൻ ശരിക്കും ശാന്തപുരത്ത് ഫൈനൽ കഴിഞ്ഞ്
ശാന്തപുരത്ത് എക്സാം എഴുതി, കോളേജിൽ എക്സാം എഴുതിയിട്ട് BA ഫൈനൽ ഇയർ എഴുതാതെയാണ് പോകുന്നത്. BAയുടെ എല്ലാ സെക്കൻഡ് ഇയറും ഒക്കെ കഴിഞ്ഞു, പഠനമൊക്കെ കഴിഞ്ഞു. പക്ഷേ ഫൈനൽ എക്സാമിൻ്റെ ഒരു മാസം മുമ്പാണ് ഗൾഫിലേക്ക് പോകുന്നത്. അന്നത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് അപ്പോൾ പെട്ടെന്ന് അവിടെ എത്തിപ്പെടേണ്ട ഒരു ജോലിയുടെ ഒരു നിർബന്ധിത അവസ്ഥ മൂലം അങ്ങനെ എത്തിപ്പെട്ടു. പക്ഷെ എത്തിപ്പെട്ട ആ നിമിഷം എനിക്ക് തോന്നി ഞാൻ ചെയ്ത് വലിയ അബദ്ധമായിരുന്നു. അങ്ങനെ പോരാൻ പാടില്ല. അല്ല, ആ പ്രവാസി ആയതെന്നുള്ളതല്ല, ആ ഒരു എക്സാം പോലും പൂർത്തിയാക്കാതെ പോയത് ഒരു അബദ്ധമായി. അപ്പോൾ ഒരു ഫോർമൽ ഡിഗ്രി പോലും ഇല്ലാതെ ശരിക്കൊരു അന്നത്തെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഒരു പ്രീ ഡിഗ്രിക്കാരനായിട്ടാണ് പോണത്. ഇന്നത്തെ ഇത് പറഞ്ഞാൽ +2കാരനായിട്ട്. അങ്ങനെയല്ല വേണ്ടത്. നമുക്കൊരു ഫോർമൽ എഡ്യൂക്കേഷനും അതോടൊപ്പം നമ്മളെ ഇൻഫോർമൽ ആയിട്ടുള്ള എഡ്യൂക്കേഷനൊക്കെ കണ്ടിന്യൂ ചെയ്യണമെന്ന ആ നിമിഷമാണ് ഒരു തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പിറ്റേ വർഷം ഒറ്റൊരു വർഷം ഗ്യാപ്പിൽ വന്ന് എക്സാം എഴുതി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA അന്നത്തെ അറബിക് ആൻഡ് ഹിസ്റ്ററി ഡബിൾ മെയിനിൽ 1-ാം റാങ്ക് കൂടെ പാസ്സാവാൻ പറ്റി. അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു ഡിസിഷനാണ്. പക്ഷേ അവിടെ നിന്ന് ആ ഡിസിഷൻ എനിക്ക് ഒരർത്ഥത്തിൽ അത് ഗുണകരമായിട്ട് അങ്ങനെ ഒരു എക്സാം ഉപേക്ഷിച്ച് പോയത് ഒരർത്ഥത്തിൽ ഗുണകരമായി. എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്നാണ് ഞാനൊരു ആ എഡ്യൂക്കേഷൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച്, അതായത് ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും എഡ്യൂക്കേഷൻ്റെ ഒരു വാല്യൂ തിരിച്ചറിയുന്നത്. അത് പിന്നീട് ഒരുപാട് മേഖലയിൽ ഗുണം ചെയ്തെന്ന് മാത്രമല്ല, അവിടെ നിന്ന് അങ്ങോട്ട് ഇൻഫോർമൽ എഡ്യൂക്കേഷനെ കുറിച്ച് ഞാൻ കാണുന്നവരോടൊക്കെ പറയാറുണ്ട്, സംസാരിക്കാറുണ്ട്. കാരണം എനിക്ക് എൻ്റെ ആ അവസ്ഥയിൽ നിന്ന് ആർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് അത് ഈ പുസ്തകത്തിലുണ്ട്. അതായത് നമ്മൾ ഒരു ദിവസം 1 മണിക്കൂർ വായിക്കുമെങ്കിൽ, നമുക്കിഷ്ടപ്പെട്ട ഒരു വിഷയം ഒരു ദിവസം 1 മണിക്കൂർ വായിക്കുമെങ്കിൽ, ആഴ്ചയിൽ 5 ദിവസം എന്നുള്ള നിലക്ക് അത് വായിച്ചാൽ 7 വർഷം കഴിയുമ്പോൾ അയാൾ ആ വിഷയത്തിലെ ഒരു ഇൻ്റർനാഷണൽ എക്സ്പേർട്ട് ആവുന്നതാണ്. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാതെ, അതായത് ഒരു ദിവസം 1 മണിക്കൂർ കൺസിസ്റ്റൻസി നമുക്ക് ഇഷ്ടപ്പെട്ട, നമുക്ക് പാഷനായിട്ടുള്ളൊരു വിഷയം അത് ചൂസ് ചെയ്തിട്ട് നമ്മൾ വായിക്കുമെങ്കിൽ അതിൽ മാത്രം വായിക്കണം. നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം വെച്ചാൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നുള്ളത്, അല്ലെങ്കിൽ ഡിസ്പേഴ്സ്ഡ് ആയി പോകും, ഒരുപാട് സംഗതികളിലേക്ക് തിരിഞ്ഞു പോകും. അതിനപ്പുറം ഫോക്കസ് ചെയ്ത് നമ്മൾ ചൂസ് ചെയ്ത് നമ്മുടെ ഏത് മേഖലയിലാണോ നമ്മുടെ ഒരു പാഷൻ കിടക്കുന്നത് അവിടെ തിരഞ്ഞെടുത്ത ആ പുസ്തകങ്ങൾ വായിക്കുമെങ്കിൽ നമുക്ക് 7 വർഷം കൊണ്ട് ഇൻ്റർനാഷണൽ എക്സ്പേർട്ട് ആവാം. അപ്പോൾ ഒരു 5 വർഷമാണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ദേശീയ നാഷണൽ എക്സ്പെർട്ടെങ്കിലും ആകാം. 3 വർഷമാണെങ്കിൽ ഒരു ലോക്കൽ എക്സ്പെർട്ടെങ്കിലും. അപ്പോൾ ബേസിക്കലി എൻ്റെ ഒരു കൺസിസ്റ്റൻസി, നിങ്ങൾ ആ നേരത്തെ സൂചിപ്പിച്ച ആ വാക്കാണ് വളരെ കീ. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു സംഗതി ചെയ്താൽ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും പ്രൊഫഷണൽ ഒരു നോളജും അതോടൊപ്പം നമ്മൾ ഏത് വിഷയമാണോ ചൂസ് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും നല്ലൊരു എക്സ്പെർട്ട് ആവും. അതാണ്, അതായത് എനിക്ക് അവിടെ എത്തിയപ്പോൾ പ്രത്യേകിച്ച് ഗൾഫിൽ ഞാൻ ആദ്യം പോകുന്നത് ഒമാനിലാണ്. 1992 മസ്കറ്റിലാണ് പോകുന്നത്. അവിടെ ഒരു ടൈപ്പിസ്റ്റിൻ്റെ ജോലിയാണ്, ടൈപ്പിസ്റ്റ് ട്രാൻസ്ലേറ്റർ എന്നുള്ളൊരു ജോലിയാണ്. ആ കിട്ടുന്ന ജോലിയുടെ സമയത്തിൻ്റെ ഇടവേളകൾ നന്നായിട്ട് വായിക്കാൻ ഉപയോഗപ്പെടുത്തും. പ്രത്യേകിച്ച് അന്നത്തെ അവിടെ നിലവിലുള്ള ഇംഗ്ലീഷ് അറബി പത്രങ്ങൾ വായിക്കാൻ ശ്രമിക്കുമായിരുന്നു. അതിൻ്റെ അകത്ത് കിട്ടുന്ന എല്ലാ ലേഖനങ്ങളും വായിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നാട്ടിൽ നിന്ന് ആ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നതിനേക്കാൾ അപ്പുറം അവിടെ നിന്നുള്ളൊരു പെർസ്പെക്റ്റീവ്. അപ്പോൾ ആദ്യത്തെ ടൈപ്പിസ്റ്റ് ജോലി കഴിഞ്ഞിട്ട് പിന്നെ ടൈംസ് ഓഫ് ഒമാനിൽ 93 ഒരു നവംബറൊക്കെ ആകുമ്പോൾ ടൈംസ് ഓഫ് ഒമാനിൽ ജോലി ചെയ്തു. അവിടെ വെച്ച് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി തന്നെ എല്ലാ അറബി പത്രങ്ങളും വായിക്കുക എന്നുള്ളതാണ്. അത് വായിച്ചിട്ട് അതിൽ റെലവൻ്റ് ആയിട്ടുള്ള സ്റ്റോറീസ് ട്രാൻസ്ലേറ്റ് ചെയ്യുക ഇംഗ്ലീഷിലേക്ക്. സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു താല്പര്യമുള്ളൊരു വിഷയം എന്നുള്ള എനിക്ക് മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്സിനെ കുറിച്ച് നന്നായി വായിക്കാൻ ഒരു അവസരം വെച്ചാൽ അവിടെ നിന്ന് ഒമാനിലെ പത്രങ്ങൾ മാത്രമല്ല, UAE-യിലതും സൗദിയിലതും ഈവൻ ലണ്ടനിലെ ഷർട്ടൽ ഔസത്ത്, അൽ ഹയാത്ത് പത്രങ്ങളൊക്കെ അതാണ്. അതൊരു നമ്മുടെ പൈസ ചിലവില്ലാതെ സ്ഥാപനത്തിൻ്റെ ചിലവിൽ തന്നെ നമുക്കത് വായിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അപ്പം സ്വാഭാവികമായിട്ട് ആ ഒരു ജോലി എന്നെ വല്ലാതെ സഹായിച്ചു ഈ വിഷയത്തിൽ. ഒരു മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്സിൽ നന്നായിട്ടൊരു അഗാധമായിട്ടുള്ളൊരു വിജ്ഞാനം. അതോടൊപ്പം നിങ്ങൾ ചോദിച്ചാൽ ആദ്യ പോയിന്റിലേക്ക് വരുന്നാൽ എങ്ങനെ ഒരു നിരീക്ഷകനാകാൻ പറ്റും എന്നുള്ളത്, അത് ശരിക്കും എനിക്ക് തോന്നുന്നത് നമുക്ക് കാര്യങ്ങളെ ഒരു കുറച്ചുകൂടി ബ്രോഡർ പെർസ്പെക്റ്റീവിൽ കാണാം. അതായത് വരികൾ മാത്രമല്ല വായിക്കുക, വരികൾക്കിടയിലൂടെ വായിക്കാനും നമുക്ക് പറ്റണം. പിന്നെ അന്ന് ശരിക്കും വാസ്തവത്തിൽ ഇൻ്റർനെറ്റ് ഇന്നത്തെ പോലെ വ്യാപകമല്ല. 93 എന്നൊക്കെ പറയുമ്പോൾ പതുക്കെ അത് ക്യാച്ചപ്പ് ചെയ്ത് വരുന്നുള്ളൂ. പ്രിൻ്റ് മീഡിയയാണ് മെയിനായിട്ട്. അപ്പോൾ കിട്ടാവുന്ന മറ്റ് പത്രങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ബ്രിട്ടനിലെ ചില പത്രങ്ങൾ അവിടെ വരുമായിരുന്നു, അമേരിക്കയിലെ ചില മാഗസിൻസ് വരുമായിരുന്നു, ടൈം മാഗസിൻ പോലെ. അപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ ഇത് രണ്ടും ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവണം. നമുക്ക് ഒരേ ഒരു സോഴ്സിൽ നിന്ന് മാത്രം വായന നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒബ്സർവേഷൻ്റെ ഒരു പവർ നഷ്ടപ്പെട്ടു പോകും. അതേസമയം മറ്റ് അതർ സൈഡ് അങ്ങനെ ഉണ്ടല്ലോ, അതർ സൈഡ് കൂടി വായിക്കും. അതെ, അപ്പോഴാണ് നമുക്കതിൻ്റെ
ഡെപ്തിലേക്ക് പോകാൻ സാധിക്കുക. കുറച്ചുകൂടി പിന്നെ നമ്മളുടേതായിട്ടുള്ള സ്വാഭാവികമായിട്ട് നമുക്ക് കോമൺ സെൻസ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു റീസണിങ് ഇൻ്റലിജൻസ്, അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് കാര്യങ്ങളെ നമുക്ക് വിലയിരുത്താൻ പറ്റുമ്പോഴാണ് ഒരു നിരീക്ഷകനാകാൻ സാധിക്കും. ഫലസ്തീനിലൊരു ആർട്ടിസ്റ്റ് ഉണ്ട് നാജി അലി എന്ന് പറഞ്ഞിട്ട്, അവർ പറയാറുണ്ട് ഇങ്ങനെ, ഞാൻ എൻ്റെ കോമ്പസ് എപ്പോഴും ഫലസ്തീനിലേക്ക് തിരിഞ്ഞിട്ടായിരിക്കുക എന്ന് പറയും. അതായത് മൂപ്പര് എന്ത് പറഞ്ഞാലും ഫലസ്തീനിലേക്കോ അദ്ദേഹത്തിന്റെ ദേശത്തിലേക്കോ തിരിയുമെന്ന് പറയാറുണ്ട്. എന്നതുപോലെ നമ്മളെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള തിരിച്ചുപോക്ക് അല്ലെങ്കിൽ തിരിയൽ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഫലസ്തീനിലേക്കുള്ള ഒരു തിരിയലായിരിക്കും. ഞാൻ ക്ലാസ് തുടങ്ങിയ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളെ പ്രൊഫസർ പറഞ്ഞിരുന്നു, നിങ്ങൾ ചൂസ് ചെയ്ത സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ലോകം ഇനി മുമ്പോട്ട് പോകുന്തോറും ഇതിന്റെ റെലവൻസ് കൂടിക്കൊണ്ടിരിക്കും. അതെ, ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് നിരന്തരം ഇങ്ങനെ കോൺഫ്ലിക്റ്റ് ആയിട്ടും അല്ലാതൊക്കെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന റീജിയനാണ്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അന്ന് പഠിച്ചതും വായിച്ചതും ഇപ്പോൾ ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് നിങ്ങൾക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റി എന്നുള്ളത് ഭയങ്കര കാര്യമാണ്. അപ്പോൾ ഈ മീഡിയ ചൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അവിടെ ഗൾഫിലെത്തിയതിനു ശേഷമാണല്ലോ ഈ ഒരു വർക്കിലേക്ക് എത്തിപ്പെടുന്നത്. ടൈംസ് ഓഫ് ആണെങ്കിലും എങ്ങനെയാണ് അതിലേക്ക് കയറുന്നത്? അതിനെനിക്ക് ശരിക്കും ഒരു ഗ്രൗണ്ട് ഒരുക്കി തന്നത് ശാന്തപുരം, അന്നത്തെ ഇസ്ലാമിയ കോളേജ്. ലാംഗ്വേജ് ആണോ അതോ? അല്ല, മാധ്യമ രംഗത്ത് പ്രവർത്തിക്കണം എന്ന ഒരു പാഷൻ. അത് രണ്ട് സംഗതിയാണ് അന്ന് എനിക്ക് ശാന്തപുരത്ത് പഠിക്കപ്പെട്ടായിരുന്നു. ഒന്നുകിൽ ഒരു സിവിൽ സർവീസ്, അന്ന് സിവിൽ സർവീസിലേക്ക് ആളുകൾ തിരിയാന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. അപ്പം എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട് അന്ന് കട്ട് ചെയ്ത് വെച്ച പത്രങ്ങളിലെ കോളങ്ങൾ, എങ്ങനെ ഒരു IAS ഓഫീസറാകാം, എങ്ങനെ ഒരു IFS ഓഫീസറാകാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതെൻ്റെ ഒരു പാഷനായിരുന്നു. അതോടൊപ്പം ഒരു ജേർണലിസ്റ്റ് ആകുക, അത് രണ്ടും വഴി ഞാൻ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത് വെച്ച ആർട്ടിക്കിളും കരിയറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിൽ പിന്നെ തോന്നി സിവിൽ സർവീസ് ഇത്തിരി ടഫായിരിക്കും, അതുകൊണ്ട് അതിനകത്തേക്ക് പോകണ്ട, ജേർണലിസ്റ്റ് ആകുമ്പോൾ വളരെ എളുപ്പം ആവാൻ പറ്റും. അപ്പോൾ അന്ന് ശാന്തപുരത്ത് നമ്മളൊരു മാഗസിൻ ഡോൺ എന്ന് പറഞ്ഞിട്ട് ഒരു കൈയെഴുത്ത് മാഗസിൻ മാനുസ്ക്രിപ്റ്റ് അത് നടത്തിയിരുന്നു. അതുപോലെ ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഒരു ലാംപ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വാൾ മാഗസിനും. അപ്പോൾ അതിൽ നല്ല ലേഖനങ്ങൾ എഴുതാനായിട്ടുള്ളൊരു അവസരം ശരിക്കും അതിൻ്റെ എഡിറ്ററായിട്ടിരുന്നു 2 പ്രാവശ്യം, ഡോണിൻ്റെയും ലാംപ് പോസ്റ്റിൻ്റെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്യും. ഇന്നിപ്പോൾ ഞാൻ ഖത്തർ ഗ്യാസിൻ്റെ, ഇന്ന് ഖത്തർ എനർജി LNG അതിൻ്റെ ഒരു കോർപ്പറേറ്റ് മാഗസിൻ്റെ എഡിറ്ററാണ്. അപ്പോൾ ശരിക്കും അവിടെ നിന്ന് തുടങ്ങിയ ഒരു യാത്ര മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം ടൈംസ് ഓഫ് ഒമാൻ, എനിക്ക് ശരിക്കും ആ ഒരു പിന്നെ എക്സ്പീരിയൻസ്, ആ ഒരു എക്സ്പെർട്ടീസ് അവിടെ നിന്ന് കിട്ടിയത്. പിന്നീട് ടൈംസ് ഓഫ് ഒമാനിൽ ചേരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഒമാനിൽ വന്നത് ഒരു ടൈപ്പിസ്റ്റ് ആയിട്ടാണ്, ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ. ആ സ്ഥാപനത്തിൽ ടൈപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവിടെ ജോലിക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായി. അന്നേരമാണ് മറ്റൊരു ജോലിക്ക് അപേക്ഷിക്കണം. അപ്പോൾ ഞാൻ ടൈംസ് ഓഫ് ഒമാൻ പത്രത്തിൽ തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് കൊടുക്കണം, ഒരു ആപ്ലിക്കേഷൻ. അത് ഫ്രീ ആയിട്ട് അഡ്വർടൈസ്മെൻറ്റ് ക്ലാസിഫൈഡ് കൊടുക്കാൻ പറ്റും, സിറ്റുവേഷൻ വാണ്ടഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഓണർ തന്നെയാണ് എന്നെ വിളിക്കുന്നതെന്ന്. അപ്പോൾ അയാൾ ട്രാൻസ്ലേറ്ററായിട്ട് ഒരാൾ ആവശ്യമുണ്ട്, നീ ഇൻ്റർവ്യൂവിന്. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് എത്തിപ്പെടണം നമ്മുടെ മുമ്പിലേക്ക്. അപ്പോൾ മറ്റേ പൗലോ കൊയ്ലോ പറഞ്ഞ പോലെ നമ്മൾ ഒരു കാര്യം ഇൻറ്റൻസീവായിട്ട് ആഗ്രഹിച്ചാൽ ലോകം മുഴുവൻ കൺസ്പയർ എന്ന് പറഞ്ഞല്ലോ, അതുപോലെ അതിനകത്തേക്ക് മീഡിയ ഫീൽഡിലേക്ക് ഞാൻ യാദൃച്ഛികമായിട്ട് അങ്ങനെ എത്തിപ്പെട്ടാണ്. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് ആ ഒരു പിന്നെ എൻ്റെ ഫീൽഡ് അത് തന്നെയാണ് എന്ന് ഞാൻ തീരുമാനിക്കണം. അതായത് മീഡിയ ആയിരിക്കണം അവിടെ വെച്ച് എഴുതാൻ. അപ്പോൾ എഴുത്ത് കാര്യമായിട്ട് അവിടെ നിന്ന് പഠിച്ച അവിടുത്തെ എഡിറ്റർമാർ, അതിലെ എഡിറ്റർമാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഡിറ്ററാണ് നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ എഡിറ്ററായിരുന്നിട്ടുള്ള ഒരു ദാര കഡ്വ എന്ന് പറഞ്ഞിട്ട്. പിന്നീട് അദ്ദേഹം കുവൈറ്റ് പോയിട്ട് കുവൈറ്റ് ടൈംസിൻ്റെ ഒക്കെ എഡിറ്ററായിരുന്നു. അദ്ദേഹം ടൈംസ് ഓഫ് ഒമാൻ്റെ എഡിറ്ററായിട്ട് വന്നപ്പോൾ അദ്ദേഹമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. കാരണം ഒരുപാട് ട്രാൻസ്ലേഷൻ, അദ്ദേഹത്തിന് അറബി അറിയായിരുന്നു. ഒരു ഫാർസി ആണ് ആള്, പക്ഷേ നന്നായിട്ട് അറബി അറിയാം. കുവൈറ്റ് ടൈംസിൽ 10-20 വർഷം ഉണ്ടായതുകൊണ്ട് അന്ന് അറബി അദ്ദേഹം പഠിച്ചതാണ്. അപ്പം പക്ഷേ ക്ലാസിക് ലാംഗ്വേജ് അറിയില്ല, വായിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യും, പിന്നെ കൊളോക്കിയലായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ആ ഒരു ഇൻട്രാക്ഷൻ നന്നായിട്ട് ഗുണം ചെയ്തു. കാരണം അദ്ദേഹം എന്നെ മോൾഡ് ചെയ്ത് കൊടുത്തു, ശരിക്കും ഒരു മെൻറ്ററായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം ഗൾഫ് ടുഡേ പത്രത്തിൽ ഞാൻ 96 വരുമ്പോൾ യു എയിലേക്ക് ഷാർജയിലേക്ക് ഞാൻ പിന്നീട് മാറുന്നു 96 മാർച്ചിൽ. അവിടെ ഒരു എഡിറ്റർ ഉണ്ടായിരുന്നു, ഒരു ദിലീപ് പട്ഗോങ്കർ എന്ന് പറഞ്ഞിട്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ടൈംസ് ഓഫ് ഇന്ത്യയുടെ പഴയ എഡിറ്ററാണ്. അദ്ദേഹം ജോർദാൻ ടൈംസിൽ വർക്ക്, അദ്ദേഹത്തിനും ഏറെക്കുറെ നന്നായിട്ട് അറബി അറിയാവുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഈ 2 ആളുകൾ, അപ്പോൾ ഞാനവിടെ ശരിക്ക് പിന്നെ ദിലീപ് പട്ഗോങ്കർ അല്ല ജോർദാൻ ടൈംസിൽ വർക്ക് ചെയ്ത്, PV വിവേകാനന്ദ്, അതിനുശേഷം വന്ന ആൾ. PV വിവേകാനന്ദ് മലയാളിയാണ്, പക്ഷേ ജോർദാൻ ടൈംസിൽ വർക്ക് ചെയ്തപ്പോൾ അദ്ദേഹത്തിനും നന്നായിട്ട് അറബി അറിയാം. ഈ 3 ആളുകൾ വാസ്തവത്തിൽ നന്നായിട്ടൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ മീഡിയ ആണ് എൻ്റെ ഫീൽഡ് എന്നുള്ളത് കാര്യമായിട്ട് തിരഞ്ഞെടുക്കുന്നത് അവിടെ നിന്നാണ്. അതിനുശേഷം നമ്മൾ
ഇപ്പോൾ ഒരു ഷിഫ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതായത് ഇപ്പോൾ മീഡിയ ഒരുപാട് മാറിയല്ലോ. ഇപ്പോൾ അറബ് നാട്ടിൽ പോലും പല രാജ്യങ്ങളിലും ഷിഫ്റ്റ്. നമ്മൾ പോഡ്കാസ്റ്റ് തുടങ്ങിയ സമയത്ത് നമ്മളൊരു എപ്പിസോഡ് ചെയ്തിരുന്നു, പോഡ്കാസ്റ്റ് ഓൺ പോഡ്കാസ്റ്റ്. ഈ അറബ് നാടുകളിലുള്ള പോഡ്കാസ്റ്റ്, അതേപോലെ യൂറോപ്പിലുള്ള പോഡ്കാസ്റ്റിന്റെ ഷിഫ്റ്റ്. അപ്പം അതിൽ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ പലപ്പോഴും ഞങ്ങൾ എപ്പിസോഡിൽ പറയാറുണ്ട്. ട്രംപ് വിജയിച്ചത് പോഡ്കാസ്റ്റിലൂടെയാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു 6 ദിവസം മുൻപ് നെതന്യാഹു ഒരു പോഡ്കാസ്റ്റിൽ അപ്പിയർ ചെയ്തിരുന്നു, നെൽക്ക് ബോയ്സ് എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര വിവാദമായിട്ടുണ്ട്. അപ്പോൾ ഇത് 150 മില്യണാണ് അവര് PR വേണ്ടി ബഡ്ജറ്റ് ഇടുന്നത് ഇസ്രായേൽ. അപ്പം അതിന്റെ ഭാഗമായിട്ട് പല ആളുകളെയും സമീപിക്കുക, അവരൊക്കെ മീഡിയയിലേക്ക് എത്തിക്കുക, അങ്ങനെ ഇവർക്ക് ഫേസ് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇത് ഒരുപാട് രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പം പോഡ്കാസ്റ്റ് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വിപ്ലവമായിട്ട് നമ്മൾ പലപ്പോഴും അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ അറബ് നാട്ടിൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഷിഫ്റ്റ് ഉണ്ടോ? അതായത് നമ്മൾ സൗദിനൊക്കെ നിരീക്ഷിക്കുമ്പോൾ പല രീതിയിൽ അവിടുന്ന് പോഡ്കാസ്റ്റുകൾ വരുന്നതായിട്ട് കാണാറുണ്ട്. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള, ഈവൻ അൽ ജസീറയിൽ പോലും ഭയങ്കരമായിട്ടുള്ള വൈബ്രന്റ് ആയിട്ടുള്ള പോഡ്കാസ്റ്റുകൾ, ഭയങ്കര ബഡ്ജറ്റുള്ള പോഡ്കാസ്റ്റുകൾ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഷിഫ്റ്റ് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഒരു എങ്ങനെയാണത്? തീർച്ചയായിട്ടും ഗൾഫ് നാടുകൾ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ തന്നെ ഒരു പോഡ്കാസ്റ്റ് അതിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ഒരു ഡോക്ടർ യാസിർ, അദ്ദേഹത്തിന്റെ ഒരു സൈക്കോളജി റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള 140 മില്യൺ ആളുകൾ കണ്ടത്. അൽ ജസീറയുടെ പോഡ്കാസ്റ്റുകൾ വളരെ ഫേമസ് ആണ്. അതോടൊപ്പം അതെ. പിന്നെ നമ്മുടെ ഡോക്ടർ വല്ലാഹ് കൻഫർ, ഈ അൽ ജസീറയുടെ ഫൗണ്ടർ, ശരിക്കും ഫൗണ്ടിങ് ഡയറക്ടറാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റ് അഷർക്ക് ഫോറം, മുൻതദ ഷർക്ക് എന്ന് പറഞ്ഞിട്ട് അഷർക്ക് ഫോറത്തിന്റെ, അതും വളരെ ഫേമസ്. അതും ഒരു പോഡ്കാസ്റ്റ് മിക്കവാറും 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കും. പക്ഷെ അത്ര ആളുകൾ ഇത് സംസാരിക്കുമ്പോൾ ശരിക്കും ഒരു വളരെ ഡീപ്പായിട്ട്, ഇപ്പം നമുക്ക് മിഡിൽ ഈസ്റ്റിനെ കുറിച്ച് ലേറ്റസ്റ്റ് അതിൻ്റെ ഒരു ഇൻഡെപ്ത് പോയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വല്ലാഹ് കൻഫറിൻ്റെ ഇത്തരം പോഡ്കാസ്റ്റുകൾ സഹായിക്കും. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ 3 മാസം മുമ്പ് അദ്ദേഹം ഇറക്കിയ ഒരു പോഡ്കാസ്റ്റ്, അതിൽ വളരെ വിശദമായിട്ട് ഇപ്പോൾ ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പായിരുന്നു ആ പോഡ്കാസ്റ്റ് ഉണ്ടായത്. അതിൽ അദ്ദേഹം പക്ഷെ എന്താണ് സംഭവിക്കാന്ന് പറയുന്നുണ്ട് കൃത്യമായിട്ട്, വളരെ കൃത്യമായിട്ട് അത് നിരീക്ഷിക്കുന്നുണ്ട്. അതായത് ആ സമയത്ത് ആർക്കും അറിയില്ല ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നോ പിന്നീട് അമേരിക്ക അതിൻ്റെ അകത്ത് ഇടപെടുന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ അപ്പോൾ അത്ര ഇൻഡെപ്ത് ആയിട്ടുള്ള സംഗതികളെ വിശാലമായി പറയും. ഇപ്പോൾ ഒരു ന്യൂസിൽ ഒരാൾ ഒരു ഇൻ്റർവ്യൂവിൽ അപ്പിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയമാണ്. മാക്സിമം ഒരു 30 മിനിറ്റ്സ് ഒക്കെ ആളുകൾ ഒരു ഇൻ്റർവ്യൂ കൺവേ ചെയ്യാൻ പറ്റില്ല. ഒരാൾ കണ്ടിരിക്കുന്ന ടൈം എന്ന് പറയുന്നതാണ്. കാരണം ഒരു 20 മിനിറ്റ്സിന് അപ്പുറത്തേക്ക് ഒരാളുടെ അറ്റൻഷൻ സ്പാൻ നമുക്ക് കിട്ടില്ല. ഇപ്പോൾ ഒരു പ്രസംഗമായാലും ഒരു കുത്തുബായാലും അങ്ങനെ തന്നെയാണ്. പക്ഷെ പോഡ്കാസ്റ്റിൻ്റെ ഒരു പ്രത്യേകത, ആളുകൾ അത് തിരഞ്ഞെടുത്ത് കാണുന്നു, കേൾക്കുന്നു. അപ്പോൾ അവർ കുറേ ലോങ് ടേം ഇരിക്കാൻ റെഡിയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു സ്പെസിഫിക് സബ്ജക്റ്റിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് എനിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യണമെന്നുള്ളൊരു ബോധത്തോടു കൂടിയാണ് ഒരാൾ പോഡ്കാസ്റ്റിനെ സമീപിക്കുക. പോഡ്കാസ്റ്റിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം ആളുകളാണ് അതിലെത്തിപ്പെടുക. പക്ഷേ അതിനകത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അതായത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 1 മിനിറ്റ് വീഡിയോയുടെ കാലമാണല്ലോ. ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ 1 മിനിറ്റ്, മാക്സിമം പോയ 3 മിനിറ്റ്സ് അത്രയൊക്കെയാണല്ലോ. ആ കാലത്തും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ 1 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ചെലവഴിക്കാൻ ആളുകൾ. അസീറിന്റെ പോഡ്കാസ്റ്റുകളിൽ പല വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ വോയിസസ് വേറെ ഉണ്ട്, അതേപോലെ യൂറോപ്പിന്റെ നെറേറ്റീവ്സുകൾ വേറെ ഉണ്ട്. അങ്ങനെ ഓരോ സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ട് ചില പോഡ്കാസ്റ്റുകൾ 6-7 മണിക്കൂറുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഡീപ്പായിട്ട് ഇരുന്ന് കേൾക്കും. ഒരു കുവൈത്തി ആയിട്ടുള്ള ഒരു MP ഉണ്ട്, അബ്ദുള്ള നുഫൈസി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അവരുടെ പോഡ്കാസ്റ്റുകൾ ഇതേപോലെ ഭയങ്കര ലെങ്തി ആയിരിക്കും. കാരണം ടൈം എടുത്തിട്ട് ഇങ്ങനെ ഓരോ പോയിന്റും വിശദീകരിക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ അതിലിങ്ങനെ ഒരു എപ്പിസോഡിൽ ഇങ്ങനെ പറയുന്നുണ്ട് പല കാര്യങ്ങൾ. നമ്മളിങ്ങനെ ഒരു വിഷയം നടന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പലരും അനലൈസ് ചെയ്യാറുണ്ടെങ്കിലും എത്രത്തോളം എന്ന് വെച്ചാൽ ഈ സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന നീക്കങ്ങൾ വെസ്റ്റിന്റെ ഭാഗത്തു നിന്ന്, അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വൈറ്റ് ഫ്ലാഗ് ഇല്ലാതെ നടക്കില്ല എന്ന് പറയാറുണ്ട്. എന്ത് സംഭവിച്ചാലും ആ ഒരു വൈറ്റ് ഫ്ലാഗ് ഇല്ലാതെ നടക്കില്ല എന്ന് പറയാറുണ്ട്. അതെന്താണ്, എത്രത്തോളം വാസ്തവത്തിൽ ശരിയാണ്? അതായത് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്സിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് പൊളിറ്റിക്സിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ അപ്പുറത്താണ്. അതായത് പുറത്തു വരുന്ന വാർത്തകൾ നമുക്ക് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ഓരോ വാർത്തയ്ക്ക് അപ്പുറത്തും ഒരുപാട് സംഗതികളുണ്ടാവും, പിന്നിലൊക്കെ ഉണ്ടാവും. അതായത് പൊളിറ്റിക്സിൻ്റെ സംഗതി. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം ഇറാൻ ഷീഇ ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശം. ഇറാനിലെ അതേ ഷീഇ ഭൂരിപക്ഷമാണ് അസർബൈജാൻ. ഇറാനിലെ ഷിയാക്കൾ എന്താണോ അത് തന്നെയാണ് അസർബൈജാനിലെ ഷിയാക്കൾ. പക്ഷെ അസർബൈജാൻ്റെ പ്രധാനപ്പെട്ട പ്രിഫേർഡ് പാർട്ട്ണർ ആരാ? ഇസ്രായേലാണ്. അതേസമയം അർമീനിയ ക്രിസ്ത്യൻസാണ്. ക്രിസ്ത്യാനിറ്റിയുടെ ഒറിജിനൽ ഏറ്റവും ഒന്നാമത്തെ ദേവാലയം അവരുടെ ഉള്ള സ്ഥലമാണ് അർമീനിയ. അരാമിക് ഭാഷയുടെ തന്നെ ഉത്ഭവസ്ഥാനം അർമീനിയാണ്. പക്ഷെ അർമീനിയ ഫലസ്തീനികളാണ് പിന്തുണക്കുന്നത്. ഫലസ്തീൻ രാഷ്ട്രത്തിനു വേണ്ടി
അവർ ഒരുപാട്. അപ്പോൾ അതാണ് പൊളിറ്റിക്സ്. ആ പൊളിറ്റിക്സ് നമുക്ക് പലപ്പോഴും മനസ്സിലാവില്ല. അപ്പം റീജിയണലി ഇത് തുർക്കിനെയും നല്ലോണം തുർക്കിയുടെ കാര്യത്തിൽ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾ ഇതിൽ ഇടപെടാത്തത്, എന്തുകൊണ്ടാണ് ആളുകൾ ശബ്ദം ഉയർത്താത്തത് എന്നൊക്കെ നമുക്ക് പറയും. പക്ഷെ അങ്ങനെ നിലനിൽക്കെ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ ശരിക്കും വാസ്തവത്തിൽ ഈ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട ഒരു വേൾഡ് ഓർഡർ ഉണ്ട്. ആ വേൾഡ് ഓർഡറാണ് ശരിക്കും ഇസ്രായേലിനെ സ്ഥാപിച്ചത്. അപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു സ്ഥാപനവും അതിനെ പിന്നീട് അമേരിക്ക ഏറ്റെടുക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഒരു 51ാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ ലിറ്ററലി അങ്ങനെ തന്നെയാണ് ശരിക്കും. അതായത് അവിടുത്തെ മൊത്തം പൊളിറ്റീഷ്യൻസ്, അത് റിപ്പബ്ലിക്കൻസ് ആകട്ടെ ഡെമോക്രാറ്റ്സ് ആകട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ നിലനിൽപ്പും അവരുടെ അതായത് അവർ തന്നെ പറയുന്ന അമേരിക്കൻ വാല്യൂസ് മിഡിൽ ഈസ്റ്റിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള, അതിനെ കടത്തിവിടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹബ്ബാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ഹബ്ബ്. അപ്പോൾ ഈ ഒരു വേൾഡ് ഓർഡറിൽ വെച്ചിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ അതല്ലാത്തൊരു മറ്റൊരു വഴി അറബ് രാജ്യങ്ങൾക്ക് മുന്നിലില്ല എന്നുള്ളതാണ്. അമേരിക്കയുടെ സപ്പോർട്ടും അവരുടെ ഒരു ഗോ ഹെഡും ഗ്രീൻ സിഗ്നലും കിട്ടാതെ അവർക്കൊരു നിലപാടുകളും ഇപ്പോൾ ഈ സന്ദർഭത്തിൽ എടുക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. പക്ഷേ ആ വേൾഡ് ഓർഡർ പതുക്കെ തകർന്നുകൊണ്ടിരിക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഈ October 7 എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഇനി അങ്ങോട്ട് ചരിത്രം പഠിക്കുമ്പോൾ October 7 മുമ്പും ശേഷവും ഇത് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പിന്നെ ഇസ്രായേലിൻ്റെ ഒരു പതനം എന്ന് പറയുന്നത് നമ്മൾ പലരും അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. 2050 മണിശങ്കർ അയ്യർ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. 2027 ഷെയ്ഖ് അഹമ്മദ് യാസിൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അൽ ജസീറായിട്ട് അഹമ്മദ് മൻസൂർ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴാണ് അത് പറയുന്നത്. അതിൽ അദ്ദേഹം കൃത്യമായി ചോദിക്കുന്നത്. അപ്പോൾ അതിന് അദ്ദേഹം ചരിത്രപരമായ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാം വെച്ചിട്ട് നമ്മൾ മുന്നിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അമേരിക്കയുടെ മേധാവിത്വമുള്ള അവരുടെ സുപ്രീമസി ഉള്ള ഈ വേൾഡ് ഓർഡർ എപ്പോൾ തകരുന്നതോ അപ്പോൾ മാത്രമാണ് ഇസ്രായേലിന് എന്തെങ്കിലും സംഭവിക്കുള്ളൂ. അതുവരെ ഇപ്പം അതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ അടുത്ത് വല്ലാഹ് കൻഫർ ആ ഹദീസ് ഉദ്ധരിക്കുന്നത് അതാണ് ശരിക്കും നമ്മളെല്ലാവരും കേട്ടിരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ഒരു ഹദീസ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഒരു ഹദീസാണ്, വളരെ സഹിഹായ ഹദീസാണ്. അതായത് റബ്ബി അരിനിൽ ഉമൂറ കമാഹിയ, അള്ളാഹുവെ എനിക്ക് കാര്യങ്ങളെ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ എനിക്ക് കാണിച്ചു തരണം. നമ്മൾ കുറേ പ്രതീക്ഷ വെച്ചിട്ട് കാര്യമില്ല. ഫലസ്തീൻ വിജയിക്കും, ശരിയാണ്, ഫലസ്തീൻ പ്രസ്ഥാനം, ഖുദ്സിൻ്റെ മോചനം നടക്കും, ഇറാൻ പിന്നെ ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിൽ പിന്നെ അന്തിമമായ വിജയമാർക്കായിരിക്കും, ഇതൊക്കെ നമുക്കിങ്ങനെ കുറേ പ്രെഡിക്റ്റ് ചെയ്യാം, പ്രതീക്ഷിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ അന്തിമമായിട്ട് കാര്യങ്ങൾ എങ്ങനെയാണോ ഇപ്പോൾ ഉള്ളത് അതുപോലെ നമ്മൾ കാണണം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അമേരിക്കയുടെ മേധാവിത്വം വളരെ വ്യക്തമാണ്. ഇസ്രായേലിൻ്റെ ഇപ്പം ഈ പറഞ്ഞ നോക്കൂ, ഇപ്പോൾ ഈ October 7 ശേഷം ഇസ്രായേൽ നേടിയെടുത്തത് എന്തൊക്കെയാണ്? ഹമാസിൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാക്കൾ, അവരുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയും മറ്റേ അവരുടെ മിലിറ്ററി വിങ് ആയിട്ടുള്ള ഇസുദ്ദീൻ അൽ ഖസാമിൻ്റെ ലീഡേഴ്സിനൊക്കെ, മുഹമ്മദ് ലൈഫ്, യഹ്യ സിൻവാർ അടക്കം അവരൊക്കെ വധിച്ചു. ഇറാൻ്റെ പ്രധാനപ്പെട്ട ആണവശാസ്ത്രത്തിലെയും വളരെ സുപ്രീം കമാൻഡേഴ്സിനൊക്കെ വരെ വധിച്ചു കളഞ്ഞു. പിന്നെ ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറലിനെ തന്നെ ഇല്ലാണ്ടാക്കി. 12 നില അടിയിലുള്ള ആ ബോംബ് ഉപയോഗിച്ചിട്ടാണ്, അതായത് ഭൂമിക്ക് അടിയിൽ 12 നില തകർക്കുന്ന ആ ബോംബ് ഉപയോഗിച്ചിട്ട്, ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചിട്ടാണ് അത്രയും ആഴത്തിൽ താമസിച്ചിരുന്ന ഹിസ്ബുള്ളയുടെ നേതാവ് ഷെയ്ഖ് ഹസൻ നസ്രള്ളയെ കൊന്നത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരെ സംബന്ധിച്ച് അവർ ശരിക്കും സന്തോഷിക്കേണ്ട ഒരു സമയമാണ്. കാരണം ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു പഴയ ഒക്ടോബർ യുദ്ധങ്ങൾ ഉണ്ടല്ലോ, ആ 6 Day വാർ, പിന്നെ 1973 ഒക്ടോബർ യുദ്ധം, ഇതിനൊക്കെ നേടിയേക്കാളും മെച്ചപ്പ് നേടിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വിചാരിക്കുമ്പോൾ തന്നെ അവരുടെ അവസ്ഥ അത്ര സന്തോഷകരമല്ല. അവൻ്റെ അകത്ത് ഇസ്രായേൽ എന്നത്തേക്കാളും വലിയ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട്, അവരുടെ അസ്തിത്വ ഭീഷണി നേരിടുന്നുണ്ട്. പ്ലസ് അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയിലെ പൊളിറ്റിക്കൽ ഡിബേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ ശരിക്കും അപ്സൈഡ് ഡൗൺ ആയിട്ട് ടേൺ അടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇസ്രായേലിനെ നമ്മൾ ഇത്രയധികം സപ്പോർട്ട് ചെയ്യണോ എന്ന് അവിടുത്തെ ഹാർഡ് കോർ റിപ്പബ്ലിക്കൻസ് വരെ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ്റെ മൂവ്മെൻറ്റിൻ്റെ ആളുകൾ വരെ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ നടത്തിയ ഒരു പോളിൽ ഈ അടുത്ത് ഏതാണ്ട് 73%, അതായത് ബിറ്റ്വീൻ 18 years and 24 years 73% സപ്പോർട്ട് ചെയ്യുന്നത് ഫലസ്തീനികളാണ്. ഫലസ്തീൻ രാഷ്ട്രത്തെ അവർ പിന്തുണക്കുന്നു. ഈവൻ റീസെൻ്റ് ആയിട്ടുള്ള ഇലക്ഷനിൽ
ഈ ജ്യൂസാണ് കൂടുതൽ സൊഹ്റ മംദാനിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്ത്. ഡെമോക്രാറ്റുകൾക്കിടയിൽ തന്നെ ഭയങ്കരമായ ഷിഫ്റ്റ് വരുന്നു എന്ന് CNN പോള് ഈ അടുത്ത് വളരെ, അതായത് അൺബിലീവബിൾ. അതിനെക്കുറിച്ച് CNN അവതാരകൻ പറഞ്ഞത് ഇറ്റ്സ് എ സീ ചേഞ്ച്, ഒരു വിപ്ലവകരമായ മാറ്റം എന്നാണ്. അപ്പോൾ അടുത്തൊരു 10 to 20 ഇയേഴ്സിനുള്ളിൽ അമേരിക്ക മാറും എന്നുള്ളതാണ്. അമേരിക്കയിലെ ഈ സിയോണിസ്റ്റ് ഇസ്രായേൽ അനുകൂല മനോഭാവമുള്ള ലോബിയിങ്, എത്ര തന്നെ ഫണ്ട്, നേരത്തെ PR ഫണ്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ, എത്ര തന്നെ ഫണ്ട് അവർ പമ്പ് ചെയ്താലും അതൊക്കെ മാറി വരുന്ന ഒരവസ്ഥ ഉണ്ടാവും. തുടക്കത്തിൽ നമ്മൾ വിചാരിച്ചിരുന്ന യങ്ങർ പൊളിറ്റീഷ്യൻസിന് എടുക്കാതെ ഉണ്ടായാൽ പോലും അത് വല്ലാതെ ബാധിക്കില്ല, കാരണം കുറച്ച് മുതിർന്നു കഴിയുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ മാറുന്നതാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നിലവിലുള്ള വെറ്ററൻ പൊളിറ്റീഷ്യൻസിൻ്റെ കാര്യത്തിൽ പോലും ആ മാറ്റങ്ങൾ പ്രകടമാണ്. അങ്ങനെ വരുമ്പോൾ സംഭവിക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ 2ാം ലോക യുദ്ധത്തിൽ ഉണ്ടായി വന്ന ആ വേൾഡ് ഓർഡർ അത് മാറും, അതൊക്കെ അത് തകരുന്നോടും. അതോടുകൂടി ഇസ്രായേലിനോടുള്ള പിന്തുണയിലും അമേരിക്കൻ പോളിസിയിൽ കാര്യമായ മാറ്റങ്ങൾ വരും. അവിടെ നിന്നാണ് വാസ്തവത്തിൽ ഫലസ്തീനികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു, അപ്പോൾ അതാണ് ഈ ശരിക്കും October 7 ഉണ്ടാക്കി തീർത്ത ഒരു പ്രധാനപ്പെട്ട ഒരുപാട് നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ ഖത്തറിൽ തന്നെയുള്ള മുഖ്താർ ഷൻഖീത്തി എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഷുറൂഖ് ഷർക്ക് ഖുറൂബുൽ ഗർബ് എന്ന് പറഞ്ഞിട്ട്, ഈസ്റ്റിന്റെ ഒരു വളർച്ചയെക്കുറിച്ച്. അതിൽ ഈ ചൈന പോലെയുള്ള രാജ്യങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ റീജിയണൽ ഹെജമണീസ് ഉണ്ട് എന്ന് പറയാറുണ്ട്. ഇറാനെ പോലെയുള്ള ഇപ്പൊ ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ റീജിയണൽ ഹെജമണീസിനെ വളർത്തി കൊണ്ടുവന്നിട്ട് അതൊരു ടോട്ടൽ ഹെജമണി ആക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ്. അപ്പൊ അതാണ് അടുത്തൊരു വേൾഡ് ഓർഡർ എന്നുള്ള അർത്ഥത്തിൽ റഷ്യ ഉണ്ട്, ചൈന ഉണ്ട്, ഇങ്ങനെയുള്ള ഇറാനെ കൂട്ടിപ്പിടിച്ചിട്ട് റെസിസ്റ്റൻഷ്യൽ ആക്സിസ് ഉണ്ട്, റെസിസ്റ്റൻസിന്റെ ഒരു ആക്സിസ് നിലവിലുണ്ട്. അപ്പൊ അതൊരു സാധ്യതയാണ് എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ഡിപ്പാർട്ട്മെന്റിൽ പോലും ഇതാണ് മുമ്പോട്ട് വെക്കാറുള്ളത്, ഇതാണ് പുതിയൊരു ആക്സിസ് എന്നുള്ള അർത്ഥത്തിൽ. അതെ, അതായത് ഇപ്പൊ ചൈനയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി, ചൈന അങ്ങനെ ഒരു പൊളിറ്റിക്കൽ മിലിറ്ററി ഇൻ്റർവെൻഷൻ നടത്താറില്ല പലപ്പോഴും. കാരണം വെച്ചാൽ അവരെ സംബന്ധിച്ച് ബിസിനസ്, വ്യാപാരം, അവരുടെ ഒരു, അതായത് ഇപ്പം നോക്ക്, അമേരിക്കയുടെ വളരെ പ്രസ്റ്റീജിയസ് ഇഷ്യൂസ് ആയിരുന്ന എല്ലാം ഇപ്പോൾ ചൈന ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ AI വിഷയത്തിൽ ChatGPT വെല്ലുന്ന ഡീപ് സീക്കും അതുപോലത്തെ മറ്റ് ക്യുൻവൻ അല്ലെ, അത്തരം സംഗതികളൊക്കെ അവർ രൂപീകരിച്ചു കഴിഞ്ഞു. അതുപോലെ ഇലക്ട്രിക് കാറുകൾ, ടെസ്ലയുടെ ഒരു വലിയ ഫാക്ടറി സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് BYD എന്ന് പറയുന്ന ഒരു കമ്പനി. BYD കമ്പനി എന്ന് പറഞ്ഞാൽ വേറെ ഒരു ബാറ്ററി ഉണ്ടാക്കുന്ന കമ്പനി, വണ്ടികൾക്കും അതുപോലെ നമ്മുടെ ഫോണിനൊക്കെ വേണ്ട ബാറ്ററികൾ ഉണ്ടാക്കുന്ന ബാറ്ററി മാനുഫാക്ചറിങ് കമ്പനിയായിരുന്നു BYD. പക്ഷേ ആ BYDനാണ് ടെസ്ലയുടെ വലിയൊരു ഫാക്ടറി സ്ഥാപിക്കാൻ വേണ്ടി, ലോകത്തിലെ ബിഗ്ഗസ്റ്റ് ഫാക്ടറി സ്ഥാപിക്കാൻ വേണ്ടി ഷാങ്ഹായിലേക്ക് വിളിച്ചുകൊണ്ട് വരും. അവിടെ വെച്ച് ചൈനീസ് എഞ്ചിനീയർമാരും ചൈനീസ് മാൻ പവറും കംപ്ലീറ്റ് ആ ടെക്നോളജി അടക്കം അഡാപ്റ്റ് ചെയ്തിട്ട് BYDനെ വലിയൊരു കാർ മാനുഫാക്ചറിങ് കമ്പനി. അപ്പോൾ അതൊക്കെ കുറിക്കുന്നത് വെച്ചാൽ അവരൊരു വലിയ ഇക്കോണമിക് പവർ ഹൗസായിട്ട് ചൈന മാറുകയാണ്. പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ നമുക്ക് അമേരിക്കയുടെ സാമ്പത്തിക ശക്തി ഇപ്പോഴും വളരെ ശക്തമാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ലോകത്തിലെ എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകളും കമ്പൈൻഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അടുത്തെത്തൂല. അമേരിക്കയിലെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് പോലും ഈ കമ്പൈൻഡ് ആയിട്ട് ലോകത്തിലെത്തൂല. അപ്പോൾ ആ ഒരു സാമ്പത്തിക ശക്തിയായിട്ട് അമേരിക്ക നിലനിൽക്കും എന്നുള്ളതിൽ, കുറേ കാലം നിലനിൽക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അവരുടെ മുൻകൈയിലുള്ള വേൾഡ് ഓർഡറിനെ പതുക്കെ തകർക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ പതുക്കെ അതിന് ബദലായിട്ട് മറ്റൊരു ഓർഡർ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ചൈനയും റഷ്യയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഈ ഡെപ്പോട്ടിസം, ഒരു ഒതോറിറ്റേറിയനിസം വളരെ വാസ്തവത്തിൽ ശക്തമായിട്ട് അതിനെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എന്ത് പറയുമ്പോഴും ചൈനയുടെ കാര്യത്തിൽ മനുഷ്യാവകാശം, ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് കൊണ്ടുവരിക. അല്ലെങ്കിൽ ഇപ്പുറത്ത് റഷ്യനെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ ഒരു ഡെപ്പോട്ടിസം, അതാണ് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതെങ്ങനെ മറികടക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മറുപടിയില്ല. അപ്പോൾ ഡെമോക്രസി തന്നെയാണോ ഏറ്റവും വലിയ സിസ്റ്റം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അമേരിക്കയിൽ പോലും സംഭവിക്കുന്നത് എന്താ, ഒതോറിറ്റേറിയനിസം. ഈ അടുത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു, നമുക്കൊക്കെ യൂട്യൂബിൽ കാണാൻ പറ്റുന്ന ഒരു സംഗതിയാണ് മെഹദി ഹസൻ, ഒരു 20 ഫാർ റൈറ്റ് എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള ഒരു ഭയങ്കര ഡിബേറ്റ് ഉണ്ട്. ആ ഡിബേറ്റിൽ ശരിക്കും എന്താണ് ഈ കൺസർവേറ്റീവ്സ് പറയുന്നത്, അവരുടെ പ്രധാനപ്പെട്ട ആർഗ്യുമെൻറ്റ്സ് എന്താണ്, അതിൽ ഇത്രയധികം ട്രംപ് ഒരു ക്രിമിനലാണെന്നും, അത് ഒരുപാട് പ്രാവശ്യം അക്യൂസ് ചെയ്യപ്പെട്ട, പ്രൂവ് ചെയ്യപ്പെട്ട ക്രിമിനലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പുറത്തു വരാനിരിക്കുന്ന എപ്സ്റ്റീൻ ഫയൽസ്, അത് ഭയങ്കര വിവാദമാണ് അമേരിക്കയിൽ. അതേത് സമയത്തും ട്രംപിൻ്റെ കസേര തന്നെ തെറിപ്പിക്കുന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കും. ഇലോൺ മസ്ക് പുറത്തു വിട്ട് കഴിഞ്ഞു. പക്ഷെ അങ്ങനെ വന്നിട്ട് പോലും ഈ മാഗ റിപ്പബ്ലിക്കൻസിനിടയിൽ ശരിക്കും ട്രംപ് എന്തുകൊണ്ട് നിൽക്കുക, ആ ഒരു ഒതോറിറ്റേറിയനിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പം ലോകത്ത് എക്സ്ട്രീം റൈറ്റ് വിങ് എക്സ്ട്രീമിസം
ഇപ്പം ഫ്രാൻസിൽ അടുത്തൊരു ഇലക്ഷനിൽ മിക്കവാറും ലീ മേരി പെൻ വരാൻ സാധ്യതയുണ്ട്. ജർമ്മനിയിൽ ഫാർ റൈറ്റ് ഏറെക്കുറെ ഇത് ഇറ്റലി ആകട്ടെ, മറ്റേ UK വളരെ അടുത്ത് തന്നെ അവിടുത്തെ ഫാർ റൈറ്റ് മൂവ്മെൻറ്റ് ഇപ്പോൾ വളരെ ശക്തമായിട്ട് പാർലമെൻറ്റിലൊക്കെ സീറ്റ് ഉറപ്പിച്ചിട്ട് വരികയാണ്. അപ്പോൾ ഡെമോക്രസീനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ റെക്കോർഡ് പറഞ്ഞിട്ട് ചൈനനെയോ റഷ്യനെയോ അധിക്ഷേപിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഇവരൊക്കെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിബേറ്റ് നടക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനെ വിലമതിക്കാതെ ട്രംപ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഫസ്റ്റ് അമെൻമെൻറ്റ്, അത് മീഡിയ ഫ്രീഡത്തെ എൻഷുർ ചെയ്യുന്ന ഫസ്റ്റ് അമെൻമെൻറ്റ്, അതുപോലെ 4th അമെൻമെൻറ്റ്, 15th അമെൻമെൻറ്റ്, ഇതൊക്കെ ഡെമോക്രസിയുടെ പ്രധാനപ്പെട്ട പില്ലേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന അമെൻമെൻറ്റ്. അതിനെ വകവെക്കാതെയാണ് ട്രംപ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അടുത്തൊരു വേൾഡ് ഓർഡറിൽ ഡെമോക്രസിയോ ഹ്യൂമൻ റൈറ്റ്സോ ഒന്നും ആയിരിക്കില്ല, മറിച്ച് ഇക്കോണമി ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറും. പ്ലസ് ഇത്തരം വിഷയങ്ങളിൽ നിലപാട് മാറിക്കൊണ്ടിരിക്കുന്ന പൊളിറ്റീഷ്യൻസ് അവരുടെ കെയർ ഓഫിൽ അല്ലെങ്കിൽ അവർ ഉയർന്നു വരുന്നത് അനുസരിച്ചിട്ടായിരിക്കും അടുത്തൊരു വേൾഡ് ഓർഡറിനെ നമുക്ക് തീരുമാനിക്കാൻ. ഇമോഷണലി ഇപ്പോൾ ഈ ഒരു റീസെന്റ് ഇൻസിഡൻസ് ഒക്കെ ഇപ്പോൾ ഒരു 2 വർഷത്തിൽ ഉണ്ടായിട്ടുള്ളൊരു മാറ്റം ഇപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. ഭയങ്കര വിസിബിൾ ആയിട്ട് പല രാജ്യങ്ങളിലും ഗവൺമെൻറ് ഓക്കെ, പക്ഷേ ആളുകൾ ഇതിനെ തിരിച്ചറിയാൻ തുടങ്ങുക. അതേപോലെ ഇസ്രായേലിനെ പബ്ലിക്ലി സൈഡാക്കുക എന്നുള്ളത് എല്ലാവർക്കും ഭയങ്കര അവെയർ ആണ് എല്ലാവരും. ഇപ്പോൾ ഈവൻ റീസെൻ്റ് ആയിട്ടുള്ള പോഡ്കാസ്റ്റുകൾ നമ്മളതാണ് ശ്രദ്ധിക്കുന്നത്. അതിൽ ഓൾമോസ്റ്റ് എവറി പോഡ്കാസ്റ്റേഴ്സും ഒറ്റപ്പെട്ട ആളുകൾ മാത്രമാണ് ഇപ്പോഴും ഇസ്രായേലിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മൾ വിസിബിൾ ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെയുള്ള കുട്ടികൾ സ്റ്റാർ ചെയ്ത് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ആർക്കും കഴിയുന്നില്ല. അപ്പോൾ ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്ന ആളുകൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പക്ഷേ ഏറെക്കുറെ എല്ലാവരും ഇതിനെ ഇസ്രായേലിനെ ആയിക്കോട്ടെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ തന്നെ പബ്ലിക്ലി കളിയാക്കാൻ മുതിരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും മടിയില്ല. അത് എനിക്ക് തോന്നുന്നു ഈ 2 വർഷത്തിനിടയിൽ സംഭവിച്ചൊരു മാറ്റമാണ്. ഇത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ സ്കൂളിലൊക്കെ ഹൈസ്കൂളിൽ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ ഇമേജസ് ഒക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇനിയൊരു രോഗം അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളൊരു വിഭാവനായിരുന്നു നമ്മുടെ മുമ്പിൽ. പക്ഷെ നമ്മൾ ലൈവായിട്ട് ഇന്ന് ഫലസ്തീനിലെ ആളുകൾ അങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ്, അതായത് ഒരു ഇപ്പോൾ PS മോർഗൻ എന്ന് പറയുന്നിട്ട് ജേർണലിസ്റ്റ് ഉണ്ട്, വളരെ UK വളരെ ഫേമസ് ആയിട്ടുള്ള. അദ്ദേഹം സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ മോർഗൻ അൺസെൻസേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമുകൾ. അങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം പബ്ലിക്കലി സമ്മതിക്കുകയാണ്. മഹദി ഹസനായിട്ടുള്ളൊരു ഡിബേറ്റിലാണ് അത് സമ്മതിക്കുന്നത്. അതായത് I was wrong, you were right. മഹദി ഹസൻ തിരിച്ചു പറയുന്നുണ്ട് I wish you were right and I was wrong എന്ന് അദ്ദേഹം തിരിച്ചു പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജനോസൈഡ് ആണോ എന്നതിനെക്കുറിച്ച്, അതായത് പ്രധാനപ്പെട്ട TV ചാനലുകളിലും ന്യൂസ് പേപ്പറുകളിലും ഒന്നും ജനോസൈഡ് എന്നുള്ള പദം പോലും പ്രയോഗിക്കില്ലായിരുന്നു. പക്ഷേ ഈ അടുത്ത് ന്യൂയോർക്ക് ടൈംസ് പോലും മാറ്റി. ന്യൂയോർക്ക് ടൈംസ് ജനോസൈഡ് എന്ന് വിളിക്കാൻ തുടങ്ങി. BBC-യിലെ ഡിബേറ്റുകളിലൊക്കെ ആരെങ്കിലും ജനോസൈഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ അവിടെ തടയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ BBC നടത്തിയ അല്ലെങ്കിൽ BBC ലൈവ് ടെലികാസ്റ്റിംഗ് നടത്തിയ പ്രോഗ്രാമിലാണ് ബോബ് വില്ലൻ വളരെ പരസ്യമായിട്ട് ഡെത്ത് ടു IDF എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യം മുഴക്കിയത്. അപ്പോൾ പബ്ലിക്കലി ഇത്തരം സംഗതികൾ വളരെ ശക്തമായിട്ട് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. സൊഹ്റാൻ മംദാനിയെ തന്നെ എടുക്കുക. അപ്പോൾ ന്യൂയോർക്ക് മേയറൽ കാൻഡിഡേറ്റ് ആയിട്ട് അദ്ദേഹം ഡെമോക്രാറ്റുകളുടെ ആ കാൻഡിഡേറ്റ്സി നേടിയെടുക്കുമ്പോൾ ഒരു നിലക്കും നമ്മൾ വിചാരിച്ചിരുന്നില്ല നെതന്യാഹുവിനെ എതിർത്തിട്ട് ഇസ്രായേലിനെതിരെ പറഞ്ഞിട്ട് ഡെമോക്രാറ്റുകളുടെ ഇലക്ഷൻ ആ പ്രൈമറി ഇലക്ഷൻ വിൻ ചെയ്യാൻ പറ്റുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. പക്ഷേ യങ് ജൂയിഷ് വോയിസ് എന്ന് പറയുന്ന പ്രത്യേക കൂട്ടായ്മകൾ അവരൊക്കെ തന്നെ വളരെ ഒഫീഷ്യലായി ഫോർമലായി തന്നെ സപ്പോർട്ട് ചെയ്യണം സൊഹ്റാൻ മംദാൻ വളരെ. അപ്പോൾ അത് പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷിഫ്റ്റാണ്. ആ ഷിഫ്റ്റിനെയാണ് നമ്മൾ പ്രതീക്ഷാപൂർവ്വം ഇപ്പം നോക്കിക്കാണുന്നത്. ഇതിനെങ്ങനെയാണ് ഗൾഫ് മേഖലയിൽ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടുത്തെ ഒരു ഡൈനാമിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പലപ്പോഴും നമ്മൾ നിരീക്ഷിക്കുമ്പോൾ അത്രത്തോളം വിസിബിൾ അല്ല അവരുടെ നിരീക്ഷണങ്ങളോ അവരുടെ നിലപാടുകളൊന്നും നമുക്ക് ക്ലിയർ അല്ല. നമ്മൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. എത്രത്തോളം അവിടെ ഉള്ളൊരു ചേഞ്ച് നെറേറ്റീവുകൾ മുമ്പോട്ടാണോ മുമ്പോട്ടാണോ പിറകോട്ടാണോ പോകുന്നത് നമുക്ക് മനസ്സിലായിട്ട്. ഇപ്പോൾ ഏത് സംഗതിക്കും ഒരു വിഷനും ഒരു സ്ട്രാറ്റജിയൊക്കെ എല്ലാറ്റിനും വേണം. അപ്പം അറബ് നാടുകളുടെ മൊത്തത്തിലുള്ളൊരു അവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ വേൾഡ് ഓർഡർ, നമ്മൾ വിഭാവന ചെയ്യുന്ന ഒരു വേൾഡ് ഓർഡർ എന്തായിരിക്കണം, അല്ലെങ്കിൽ ആ ഓർഡറിൽ നമ്മുടെ സ്ഥാനം എവിടെയായിരിക്കണം എന്ന് ഏതെങ്കിലും അറബ് രാജ്യം കൂട്ടായിട്ടോ ഒറ്റക്കോ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓഫ് കോഴ്സ് വിഷനുകളുണ്ട്, പല രാജ്യങ്ങൾക്ക് 2030 വിഷൻ ഉണ്ട്, 2050 വിഷനൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ കൂട്ടായിട്ട് അതാണ് ശരിക്കും മനസ്സിലാക്കണം. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഒരു ബ്ലോക്കാണ്. യൂറോപ്പിലെ വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന വ്യത്യസ്ത കറൻസികളുള്ള
ഒരു ബ്ലോക്കായിട്ട് അവർക്ക് നിലനിൽക്കാൻ പറ്റും. അത് ചില രാജ്യങ്ങളുടെ ബോർഡർ പോലും നമുക്കറിയാം. ഇപ്പോൾ നെതർലൻഡ്സും ഡെൻമാർക്കും ഒക്കെ തമ്മിലുള്ള ബോർഡർ ഒരു റെസ്റ്റോറൻ്റ് ആണ്. ആ റെസ്റ്റോറൻറ്റ് നിൽക്കുന്നത് തന്നെ അപ്പുറത്തും ഇപ്പുറത്തുമാണ്. നമ്മൾ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇറ്റലി, സ്വിറ്റ്സർലൻഡ് അവിടെയൊക്കെ നമ്മൾ ഞങ്ങളൊക്കെ പോയപ്പോൾ അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ ട്രെയിനിൽ ഈ രാജ്യത്തൊക്കെ ഒരു ബോർഡറില്ല. ശരിക്കും വാസ്തവത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങളാണ് അറബ് രാജ്യങ്ങളോ GCC രാജ്യങ്ങളൊക്കെ. ആ വിഷയത്തിൽ ഞങ്ങളുടെ അടുത്ത ഒരു 2050 അല്ലെങ്കിൽ 2030 വടവർ അവരുടെ ലോങ് ടേം ഷോർട്ട് ടേം വിഷൻ അനുസരിച്ച് ഈ പുതിയതായിട്ട് രൂപപ്പെട്ടു വരുന്ന വേൾഡ് ഓർഡറിൽ തങ്ങളുടെ സ്ഥാനം എവിടെയാണെന്ന് തീരുമാനിക്കാൻ കൂട്ടായിട്ട് ഒരു അറബ് സ്ട്രാറ്റജി ഉണ്ടായി വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വിവരമില്ല, അങ്ങനത്തെ ഒരു അറിവില്ല. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയും അതിന് പറ്റുന്നൊരു വിഷനും അത് നടപ്പാക്കേണ്ടുന്ന ഒരു മിഷൻ പ്ലാനും ഒക്കെ ഉണ്ടാകുന്നിടത്ത് മാത്രമേ അടുത്തൊരു പുതിയ ലോകത്ത് അവരുടെ ഒരു സ്ഥാനം നിർണ്ണയിക്കാൻ അറബ് രാജ്യങ്ങൾക്ക് സാധിക്കുള്ളൂ. പക്ഷേ അതേ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇപ്പോൾ നമുക്ക് സൗദി അറേബ്യയും ഇറാനും ശരിക്കും അർത്ഥത്തിൽ ബദ്ധവൈരികളാണ് മുമ്പ്. പക്ഷെ ഇപ്പോൾ അവർ തമ്മിൽ വല്ലാതെ അടുത്തു. ചൈന മീഡിയേറ്റ് ചെയ്തിട്ട് UAEയും ഇറാനും തമ്മിൽ 3 ദ്വീപുകളുടെ പേരിൽ ഒരുപാട് തർക്കം നിൽക്കുന്നുണ്ട്. പക്ഷേ UAEയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രേഡിംഗ് പാർട്ട്ണർ ആരാ? ഇറാനാണ്. അപ്പോൾ ശരിക്ക് സുന്നി ഷിയ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും പൊളിറ്റിക്കലും ഡെമോഗ്രാഫിക്കലും ജിയോ പൊളിറ്റിക്കലായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ കൂടി പരസ്പരം സഹകരിക്കണം എന്നൊരു മനോഭാവം ഈ രാജ്യങ്ങളിലൊക്കെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും അടുത്തൊരു സ്ട്രാറ്റജിയിലേക്ക് അവർ നയിച്ചാൽ, അതായത് അടുത്തൊരു വേൾഡ് ഓർഡറിൽ തങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കുന്ന ഒരു സ്ട്രാറ്റജിയിലേക്ക് അവർ ചിന്തിക്കാൻ സാധിച്ചാൽ, അങ്ങനെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചാൽ അത് നേടിയെടുക്കാൻ അവർക്ക് സാധിക്കും. പിന്നെ അതിൽ വേറൊരു സാധനം ഞാൻ അങ്ങനെ എപ്പോഴും ഇങ്ങനെ കൗതുകത്തോടെ നോക്കിക്കാണുന്ന ഒരു സാധനമാണ് ഈ പുസ്തകങ്ങൾ. 2 പുസ്തകങ്ങൾ എഴുതിയെന്ന് പറഞ്ഞു. അതിലൊന്ന് അസമത്വങ്ങളുടെ അൽഗോരിതം ഈ അടുത്തിറങ്ങിയത്. അതിന് മുൻപ് എഴുതിയത് ഒന്നും കൂടി ഒരു സെൽഫ് ഹെൽപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ ഏരിയയാണ്. അപ്പോൾ പൊതുവേ നമ്മളെ ഈ സ്റ്റുഡൻസിൻ്റെ ഇടയിലൊക്കെ ഉള്ളൊരു പ്രവണത എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾ ഈ സെൽഫ് ഹെൽപ്പിനെ നല്ല രീതിയിൽ എടുക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഒരു പക്ഷേ ഞങ്ങളെ ഈ പോഡ്കാസ്റ്റ് ഫൗണ്ട് ചെയ്യുന്ന ഒരു സമയത്തൊക്കെ നമ്മൾ പലപ്പോഴും അത് വായിക്കാറൊക്കെ ഉണ്ട്. എങ്ങനെയൊക്കെയാണ് ആക്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് തീരുമാനങ്ങൾ, അതൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് നമ്മൾ എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിലൊക്കെ. പക്ഷേ ഒരർത്ഥത്തിൽ ഒരുപാട് ആളുകൾ ഈ സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളെ, അതേപോലെയുള്ള ഈ മോട്ടിവേഷണൽ പുസ്തകങ്ങളെ, ഇപ്പോൾ ഈ റിച്ച് ഡാഡ് പുവർ ഡാഡ് അല്ലെങ്കിൽ അറ്റോമിക് ഹാബിറ്റ്സ്, ഇങ്ങനെയുള്ള പുസ്തകങ്ങളെ തള്ളിക്കളയുന്ന ആളുകളുണ്ട്. നിങ്ങളെങ്ങനെയാണ് ഈ പുസ്തകങ്ങൾ നോക്കിക്കാണുന്നത്? എനിക്കതിനകത്ത് ഏറ്റവും പറയാനുള്ളൊരു സംഗതി, ഈ ശരിക്കും 7 ഹാബിറ്റ്സ് എഴുതിയിട്ടുള്ള സ്റ്റീഫൻ ആർ കവി ഉണ്ടല്ലോ, സ്റ്റീഫൻ ആർ കവി. അദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി, അതായത് നമ്മുടെ പേഴ്സണാലിറ്റീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതായത് ഒരു പുറത്തേക്കൊരു പേഴ്സണാലിറ്റിയും അകത്തേക്ക് വേറൊരു പേഴ്സണാലിറ്റി ആയിട്ട് ഒരിക്കലും നമുക്ക് കൊണ്ടുനടക്കാൻ കഴിയില്ല. മിക്കവാറും ഈ ആളുകൾ അതിന് ഇഷ്ടപ്പെടാതിരിക്കാനുള്ളൊരു കാരണം, മോട്ടിവേഷണൽ ബുക്കുകളെയും സെൽഫ് ഹെൽപ്പ് ബുക്കുകളെയും അത്തരം മോട്ടിവേഷണൽ സ്പീച്ചസിനെയും ഇഷ്ടപ്പെടാതിരിക്കാനുള്ളൊരു കാരണം പലതും പഠിപ്പിക്കുന്ന അതാണ്. ചെറിയ ഷോർട്ട് കട്ടിലൂടെ എങ്ങനെ ചിരിച്ചിട്ട് എങ്ങനെ കസ്റ്റമേഴ്സിനെ വീഴ്ത്താം, അല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് എങ്ങനെ കുറച്ച് ആളുകളെ ഹൗ ടു വിൻ ഫ്രണ്ട്സ് എന്നൊക്കെ ഉള്ള അത്തരം ടൈപ്പ് താൽക്കാലികമായിട്ടുള്ള, അതിനപ്പുറം നമ്മളുടെ ക്യാരക്ടർ, നമ്മൾ ആരാണോ അകത്താരാണോ അയാൾ തന്നെ പുറത്തും ആകുന്ന അതാണ് ശരിക്കും വാസ്തവത്തിൽ ഒരു അന്തിമമായിട്ട് ഇഫക്റ്റീവ് ആവുള്ളൂ. ശരിക്കും അതാണ് അതിൽ എനിക്ക് ഏറ്റവും ആ കാറ്റഗറിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗ്രന്ഥകാരൻ എന്ന് പറയുന്നത് സ്റ്റീഫൻ ആർ കവിയാണ്. അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങൾ നമ്മൾ ഏത് മതം, ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ ഇസ്ലാമിക് ആ ലെവലിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് നമ്മുടേതായിട്ടുള്ള എല്ലാ മൂല്യങ്ങളും പകർത്താൻ പറ്റുന്ന ആ ഒരു രൂപത്തിലാണ് പറയുന്നത്. ലിമ തഖുലൂന മാ ലാ തഫ്അലൂൻ, അല്ലെങ്കിൽ നിങ്ങൾ ആരാണ് നിങ്ങളുടെ ഏറ്റവും ഉത്തമൻ എന്ന് പറയുമ്പോൾ അഹസിനുക്കും അഖ്ലാഖൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളതാണ്. അപ്പോൾ നല്ല ക്യാരക്ടർ വളർത്തിയെടുക്കുന്ന ഒരാൾക്ക് ഈ പുസ്തകം ഒന്നും ആവശ്യമില്ല. ഞാൻ പലപ്പോഴും ഇങ്ങനെ ഫ്രണ്ട്സിനോട് ഇങ്ങനെ പറയും, നമ്മുടെ ഒരു പുസ്തകം ഉണ്ടല്ലോ അറ്റോമിക് ഹാബിറ്റ്സ് തന്നെ. ആ പുസ്തകത്തിലെ ഒരു കോർ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജീവിതത്തിൽ ചെറിയ ചെറിയ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്തിട്ട് ആ കോമ്പൗണ്ട് എഫക്റ്റിൽ വലിയ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയും, ഇങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പേ പറഞ്ഞിട്ടുണ്ട്, അത് മുഹാവ ഇൻ കല്ല, കുറച്ചാണെങ്കിൽ നിരന്തരം ചെയ്താൽ കൺസിസ്റ്റൻസി. അപ്പൊ അത് മിക്സ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു പവർഫുൾ മെസ്സേജ് കൊടുക്കാൻ പറ്റും. പലപ്പോഴും ഇതിനെ ഒഴിവാക്കുന്ന ആളുകൾ എന്താന്ന് വെച്ചാൽ എത്തിക്കലി ഈ മോട്ടിവേഷണൽ സ്പീച്ച് ആയിക്കോട്ടെ, ഈ സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളായിക്കോട്ടെ, ഇതിനൊന്നും ഒരു മൊറാലിറ്റി ബാക്കിൽ ഇല്ലാത്തൊരു പ്രശ്നം. അതായത് ഒരു സെല്ല് ചെയ്യുന്നത് എന്താണ്, അതിൽ മൊറലിയോ പ്രശ്നമല്ല, അവർക്ക് എന്ത് സെല്ല് ചെയ്യുന്നിടത്തും കുഴപ്പമില്ല. ഈവൻ അവരൊരു മോശം മ്ലേച്ഛമായിട്ടുള്ള ഒരു സാധനമാണ് സെല്ല് ചെയ്യുന്നെങ്കിലും സെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, അതൊരു പ്രശ്നമായിട്ടാണ് പലപ്പോഴും പറയാറുള്ളത്. അവിടെയാണ് ഈ സ്റ്റീഫൻ കവി വ്യത്യസ്തനാണ്. അദ്ദേഹം പറയുന്ന ഒരു അതായത് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ച ആളാണ്. അതായത് ഒരു 9 മക്കളുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ 9 മക്കളെയും
ഇതേപോലെ വളർത്തി അങ്ങനെ ഒരു ഫാമിലി. ഇപ്പം അദ്ദേഹത്തിൻ്റെ 2 പുസ്തകമാണ് ഏറ്റവും വളരെ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ട്. ഒന്ന് 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിളും 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് ഫാമിലീസും. ഫാമിലിയിൽ നടക്കേണ്ട സംഭാഷണങ്ങൾ, നമ്മളുടെ എങ്ങനെയാണ് എംപതി ക്രിയേറ്റ് ചെയ്യേണ്ടത്, വിൻ വിൻ സിറ്റുവേഷൻ, എല്ലാവരും പരസ്പരം മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ്. ആ ഹാബിറ്റ്സിൻ്റെ മൊത്തം ഒരു കോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മളായി യഥാർത്ഥ മനുഷ്യനായിട്ട്, എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായ ഒരു കൺസെപ്റ്റിൽ പറഞ്ഞാൽ യഥാർത്ഥ മുഅ്മിനായി ജീവിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പുസ്തകത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈമാൻ ഉണ്ടാവും. ഇപ്പം ഇതിൽ ഈ പുസ്തകത്തിൽ ഞാനൊരു സൂറത്ത് യൂസുഫിലെ ജീവിത പാഠങ്ങൾ പറഞ്ഞു. ശരിക്കും നമ്മൾ അത് എടുത്താൽ മതി. അതായത് അത്തരം സംഗതികൾ, അതായത് ഇപ്പം ലോകത്ത് നടക്കുന്ന ഏത് പ്രശ്നത്തെയും നമ്മൾ സാധാരണ പറയാറുള്ളൊരു സംഗതിയാണ് ഖുർആനിൽ പരിഹാരമുണ്ട്. നമ്മൾ ഖുർആൻ്റെ ഒരു പേജ് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് പരിഹാരം കിട്ടും. പക്ഷേ അതെങ്ങനെയാണ് ആ പരിഹാരം എന്നുള്ളത് നമുക്ക് പലപ്പോഴും ആലോചിച്ചാൽ ആൾക്ക് മനസ്സിലാവില്ല. ഇപ്പം ഞാൻ ഈ അടുത്ത് സൂറത്ത് യൂസുഫിൻ്റെ ഒരു സീരീസ് ചെയ്തിരുന്നു, യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അതായത് ഓൺലൈനിൽ ചെയ്ത ക്ലാസ് ആണ്, സൂമിൽ ചെയ്ത ക്ലാസ്. അങ്ങനെ തന്നെ യൂട്യൂബിൽ ഏതാണ്ട് ഒരു 2.5 വർഷം നീണ്ടു നിന്ന ഒരു ആഴ്ചയിൽ വൺസ് എന്നുള്ള നിലക്ക്. അപ്പോൾ ഏതാണ്ട് 71 ക്ലാസ്സുകൾ അതിൽ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഓരോ ആയത്തും വളരെ വിശദമായിട്ട് അതിൻ്റെ ആയത്തിൻ്റെ ഇപ്പം ഒരു വേർഡാണെങ്കിൽ അതിൻ്റെ എപ്പിറ്റോമോളജി വരെ നോക്കിയിട്ട് അറബി ഭാഷയിൽ അതിൻ്റെ റൂട്ട് എങ്ങനെയാണ്, ആ പദങ്ങൾ വേറെ എവിടെയൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട്, ഏതൊക്കെ അർത്ഥത്തിലാണ്, എങ്ങനെയാണ് ഖുർആൻ എന്തുകൊണ്ട് ആ പദം അവിടെ പ്രയോഗിച്ചു, മറ്റ് അതിൻ്റെ നേരത്തെ ഉള്ള മുമ്പുള്ള ആയത്തുകളായിട്ട് ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ്, ഇതിന് മുമ്പുള്ള മറ്റ് പല സൂറത്തുകളായിട്ടുള്ള കണക്ഷൻ, എല്ലാം വിശദമായിട്ട് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഖുർആനെ പഠിക്കുമ്പോൾ വാസ്തവത്തിൽ ഒരു ഈ പറഞ്ഞ മറ്റൊരു മോട്ടിവേഷനോ മറ്റൊരു സെൽഫ് ഹെൽപ്പിനോ ഒന്നും നമ്മൾ വേറെ എവിടെയും പോകാത്ത രൂപത്തിൽ ഖുർആൻ തന്നെ ലഭിക്കും. ഇപ്പോൾ സൂറത്ത് യൂസുഫ് നബിയുടെ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ അദ്ദേഹം പറയുന്നൊരു വാചകം, ഇന്ന റബ്ബി ലത്തീഫുൻ ലിമാ യശാ, എൻ്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നത് വളരെ ഡിസ്ക്രീറ്റായിട്ട് പ്ലാൻ ചെയ്യുന്ന ആളാണ് എൻ്റെ റബ്ബ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുക? അപ്പോൾ 7ാമത്തെ വയസ്സിലാണെന്ന് പറയപ്പെടുന്നു കിണറ്റിലെറിയുന്നത്. അഭിപ്രായ വ്യത്യാസമുണ്ട്. അവിടെ നിന്ന് അടിമച്ചന്തയിൽ വരുന്നു, അവിടെ നിന്ന് കൊട്ടാരത്തിൽ വരുന്നു, കൊട്ടാരത്തിൽ നിന്ന് ജയിലിലേക്ക് പോകുന്നു. ഈ ഓരോ ഘട്ടത്തിലും നമ്മൾ വിചാരിക്കുകയാണ് ഇവിടെ വെച്ച് നമ്മൾ ആ ഒരൊറ്റ സംഭവത്തെ മാത്രം എടുത്തിട്ട് നമ്മൾ അനലൈസ് ചെയ്യണമെങ്കിൽ എന്തൊരു അക്രമമാണ് ദൈവം പടച്ചവൻ ചെയ്തത്. കാരണം അയാളെ ഇത്രയും ചെറിയൊരു കുട്ടിയെ കിണറ്റിൽ ഇടാൻ അനുവദിക്കുക, അടിമച്ചന്തയിൽ വിൽക്കാൻ അനുവദിക്കുക. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ എടുത്ത് നോക്കിയാൽ ജയിലിൽ ഒരു ചെയ്യാത്തൊരു കുറ്റത്തിന് എത്രയോ കാലം ജയിലിൽ കിടക്കേണ്ടി വരിക. അപ്പോൾ ശരിക്കും ആ ഒരു സംഗതിയെ അവസാനം അവിടെ എത്തിച്ചത് എന്തിനാണ്? ഈ സംഗതിയിലൊക്കെ കടത്തി വിട്ടത് എന്തിനാണ്? ഒന്നാമതായിട്ട് ഈജിപ്തിലെ ഒരു ഭരണാധികാരിയായിട്ട് മാറണം, മില്യൺ കണക്കിന് ആളുകൾക്ക് രക്ഷ നൽകുന്ന ഒരു ഇക്കോണമിക് പോളിസി നടപ്പാക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഒരുക്കലായിരുന്നു അതൊക്കെ. അതുപോലെ തന്നെ അതിനകത്ത് നമ്മൾ തഅ്വീലുൽ അഹാദീസിന് സ്വപ്ന വ്യാഖ്യാനം എന്ന് പറയാറുണ്ട്. ശരിക്കും സ്വപ്ന വ്യാഖ്യാനം മാത്രമല്ല, പടച്ചവൻ ഉപയോഗിച്ച പദം അഹാദീസ് എന്നാണ്. അഹാദീസ് എന്ന് പറഞ്ഞാൽ എല്ലാ സംഭാഷണങ്ങളും. അപ്പോൾ ആ കൊട്ടാരത്തിൽ എത്തിച്ചതിന് ശേഷമാണ് ആ വർത്താനം അല്ലാഹ് പറയുന്നത്. വകദാലിക മക്കന്നാ ലിയൂസുഫ ഫിൽ അർദ് വലിനുഅല്ലിമഹു മിൻ തഅ്വീലിൽ അഹാദീസ്. അവിടെ ആ കൊട്ടാരത്തിൽ എത്തിച്ചത് എല്ലാത്തരം സംഭാഷണങ്ങളും വ്യാഖ്യാനിക്കാനുള്ള ഒരു അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ടാണ്. എന്തൊക്കെ സംഭാഷണം, പൊളിറ്റിക്കൽ കോൺവെർസേഷൻ അവിടെ നടക്കും. രാജാവിൻ്റെ ഒരു പ്രഭുവിൻ്റെ കൊട്ടാരമുണ്ടല്ലോ, പ്രഭു വലിയ ആളാണ്, രാജ്യത്ത് ഉയർന്ന സ്ഥാനം വഹിക്കുന്ന. അവിടെ പൊളിറ്റിക്കൽ സംഭാഷണം നടക്കും, അവിടെ ഇക്കോണമിക് സംഭാഷണം നടക്കും, അവിടെ ഫാമിലി സംഭാഷണം നടക്കും, അവിടെ സോഷ്യൽ എല്ലാ വിഷയങ്ങളും നടക്കും. ഇതൊക്കെ കേട്ട് അപ്പോൾ ഒരു പരിചാരകന്, നമ്മൾ സാധാരണ പറയുന്ന ഒരു ഓഫീസ് ബോയ്ക്കാണ് എല്ലാം കേൾക്കാൻ സാധിക്കുക, ചെവി തുറന്നു പിടിച്ചാൽ എല്ലാം കേൾക്കാൻ സാധിക്കും. അതുപോലെ ഒരു പരിചാരകനായിട്ട് യൂസുഫ് നബീനെ അവിടെ കൊണ്ടുവരുന്ന എന്തിനാണ്? ഈ സംഭാഷണങ്ങളൊക്കെ മനസ്സിലാക്കി അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയാണ്. അതായത് നമുക്ക് ഈ പറയുന്ന ഇത്തരം വിഷയങ്ങളൊക്കെ ലോകത്തിപ്പോൾ നമ്മൾ മോട്ടിവേഷനും സെൽഫ് ഹെൽപ്പും എന്നൊക്കെ പറയുന്ന ഈ വിഷയങ്ങളൊക്കെ നമുക്ക് ഖുർആൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷേ അവിടെ ആ ഒരു കണക്ഷൻ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റണം. എന്താണ് ഈ ഒരു ഹദീസ് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഖുർആൻ വചനം കൊണ്ട് മനുഷ്യനിൽ നിന്ന് അള്ളാഹു എന്താണ്, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ആഗ്രഹിക്കുന്നത്, അത് മനസ്സിലാക്കിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ബി യുവർ സെൽഫ്, നമ്മൾ ആയിക്കഴിഞ്ഞാൽ, നമ്മൾ പുറത്തെങ്ങനെയാണോ അതുപോലെ അകത്തെങ്ങനെയാണോ അതുപോലെ പുറത്തും ആയിക്കഴിഞ്ഞാൽ ബാക്കി പിന്നെ മറ്റ് ഇത്തരം സംഗതികളുടെ ഒന്നും ആവശ്യമില്ല. ഈ മുസ്ലിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇത് ഇൻബിൽറ്റ് ആയിട്ടുള്ളത്. ഈമാൻ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും
ചെറുപ്പത്തിലൊക്കെ നമ്മളൊരു മിസ്കൺസെപ്ഷൻ, കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഇങ്ങനെ ഒരു ഗസ്റ്റ് പറഞ്ഞിരുന്നു, നമ്മുടെ ബ്രെയിനിന്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയെടുത്തല്ല, അതിന്റെ ഒരു ന്യൂറോ പ്ലാസ്റ്റിസിറ്റി അങ്ങനെ എന്തോ ഒരു element ഉണ്ട്. അപ്പൊ അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിന് നമുക്ക് എത്രയും ഡെവലപ്പ് ചെയ്യാൻ പറ്റും, നമ്മളതിനെ ഹൗ യു ട്രെയിൻ അതിനനുസരിച്ചാണ്. നമ്മൾ പലപ്പോഴും ചെറുപ്പത്തിലൊക്കെ വിചാരിക്കും എന്നേക്കാൾ കഴിവ് ഓന് കൊടുത്തിട്ടുണ്ട് റബ്ബ്, അല്ലെങ്കിൽ ഓനൊന്നും കൂടി പഠിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതൊരു മിസ്കൺസെപ്ഷൻ ആണ്. നമുക്ക് നമ്മുടെ ബ്രെയിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഖുർആനിൽ നമ്മളെന്നും ഇടയ്ക്കിടയ്ക്ക് ഓതുന്ന സൂറത്തായിരിക്കും ബക്കറയിൽ ആമനർ റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി. അപ്പോൾ ആമനർ റസൂൽ എന്ന് പറയുന്നിടത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കും പലപ്പോഴും മിസ്സാവുന്നത് നമ്മൾ വിശ്വസിക്കൂല. പഠിക്കാൻ പറ്റുമോ, നമ്മൾ വിശ്വസിക്കൂല. ഇപ്പം നമസ്കാരം ആയിക്കോട്ടെ, നമസ്കാരം എന്നുള്ള രീതിയിൽ നമ്മൾ വിശ്വസിക്കൂല. ഖുർആൻ പഠിക്കണം, പക്ഷെ പഠിക്കും എന്നുള്ള വിശ്വാസം ഉണ്ടാവില്ല. അപ്പം ഏത് കാര്യത്തിലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും അച്ചീവ് ചെയ്യാൻ പറ്റും. വേറൊരു സെൽഫ് ഹെൽപ്പിന്റെ ആവശ്യമില്ല. അപ്പൊ ഈമാൻ ഉണ്ടാവുക എന്ന് പറയുന്നത് അതാണ്. അതായത് ഓരോരുത്തർക്കും ഓരോ നിയോഗം ഉണ്ടല്ലോ ഈ ഭൂമിയിലേക്ക് വരുന്നതിൽ. എൻ്റെ നിയോഗമല്ല സഫാൻ്റെ നിയോഗമല്ല മറ്റാരുടെയെങ്കിലും ഒക്കെ ആയിട്ട്. നമുക്ക് നമ്മുടെ നിയോഗം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ ബുദ്ധിയുടെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ ഒരു കാര്യം വായിച്ചാൽ ഒറ്റ ആവർത്തി വായിച്ചാൽ മനസ്സിലാവും. വേറൊരാൾക്ക് 5 പ്രാവശ്യം 10 പ്രാവശ്യം വായിച്ചാലും ചിലപ്പോൾ അത് മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷേ അതേ വിഷയം തന്നെ അയാൾക്ക് ഒരു വിഷ്വലായിട്ട് കാണിച്ചു കൊടുത്താൽ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും. കാരണം എന്താ, അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഒരു പവർ അത് മനസ്സിലാക്കുന്നിടത്തുള്ള അവൻ്റെ കപ്പാസിറ്റി വേറൊന്നാണ്. ഈ കപ്പാസിറ്റി ഓരോരുത്തരും തിരിച്ചറിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒരു MBBS പഠിക്കുന്ന ഒരാൾക്ക് ആ ഒരു ലെവലിൽ പഠിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായതുകൊണ്ട് അയാൾ ആ ലെവലിൽ എത്തിപ്പെട്ടു. പക്ഷേ എൻജിനീയറിംഗ് ആകട്ടെ, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ലോയർ, ലീഗൽ വിഷയങ്ങൾ പഠിക്കുന്ന ആളാവട്ടെ, സിവിൽ സർവീസ് പഠിക്കുന്ന ആൾ, അവിടെയൊക്കെ നമ്മളുടെ കപ്പാസിറ്റി എന്താണെന്ന് തിരിച്ചറിയാന്നുള്ളതാണ് പ്രധാനം. ബ്രെയിൻ എല്ലാവർക്കും ഒരേപോലെയാണ്. പക്ഷേ നമ്മളുടെ നിയോഗം എന്താണ്, നമ്മുടെ കപ്പാസിറ്റി എവിടെയാണ്, നമ്മുടെ ഒരു സ്ട്രെങ്ത് പോയിന്റ്സ് ഓഫ് എവിടെയാണ് നമുക്ക് ഡെവലപ്പ്, അത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അത് ഉപയോഗപ്പെടുത്താൻ പറ്റും. പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം വെച്ചാൽ നമ്മൾ കമ്പാരിസൺ ആണല്ലോ മൊത്തത്തിൽ. പാരൻസ് ചെറുപ്പം മുതലേ കമ്പയർ ചെയ്യുന്നു, സൊസൈറ്റി നമ്മളെ കമ്പയർ ചെയ്യുന്നു. ഒരാൾ 40 വയസ്സായിട്ടും സെറ്റായിട്ടില്ലെങ്കിൽ അവൻ വേറൊരാളായിട്ടാണ് കമ്പയർ. 20 വയസ്സിൽ സെറ്റായ ഒരാൾ അല്ലെങ്കിൽ 23 വയസ്സിൽ സെറ്റായ ഒരാളെ വെച്ചിട്ടാണ് കമ്പയർ. പക്ഷെ അവിടെ ഇവൻ്റെ ഒരു അല്ലെങ്കിൽ ഇവളുടെ ഒരു പൊസിഷനിങ് എവിടെയായിരിക്കണം എന്നിടത്ത് പാരൻസാണ് ഒരു പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുക. അപ്പോൾ അവർക്കാണ് ആ എഡ്യൂക്കേഷൻ വേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മളടക്കമുള്ള ഓരോരുത്തരും പാരൻസ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു ലെവലിൽ അതിനെ ചിന്തിക്കാൻ സാധിച്ചാൽ, കണ്ടെത്താൻ സാധിച്ചാൽ നമുക്കെല്ലാവരെയും. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ വചനങ്ങളുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഫീ കുല്ലിൻ ഖൈർ, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറും മിനൽ മുഅ്മിനിൽ ളഈഫ്. ശക്തനായ മുഅ്മിൻ ദുർബലനായ മുഅ്മിനേക്കാൾ നല്ലവനാണ്. എന്നിട്ട് തൊട്ടുടനെ റസൂൽ പറയണത് എന്താ, ഫീ കുല്ലിൻ ഖൈർ, എല്ലാവരിലും നന്മയുണ്ട്. ഈ ദുർബലനായ മുഅ്മിനിൽ ഒരു നന്മയുണ്ട്. ആ നന്മ അവൻ കണ്ടെത്തണം. നമ്മുടെ നന്മ എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിച്ചാൽ പിന്നെ പറയപ്പെടുന്നുണ്ടല്ലോ, ഈ സാധ്യതക്കനുസരിച്ചിട്ടാണ് ബാധ്യത. അപ്പോൾ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാവരും ഒരേപോലെ കഴിവുള്ളവരും ഒരേപോലെ പ്രവർത്തിക്കുന്നവരാകാൻ പടച്ചോൻ തീരുമാനിച്ചിട്ടില്ല. എല്ലാവരും ഒരു ഡൈവേഴ്സിറ്റി അത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഒരാളെയും വേറൊരാളായിട്ട് കമ്പയർ ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഒരാളുടെ നന്മ, ഇപ്പം നമ്മൾ ഭൗതികമായിട്ട് ഒരുപാട് മെച്ചപ്പെട്ട് നിൽക്കുന്ന ഒരാളെക്കുറിച്ച് അയാൾ ഏറ്റവും വിജയിച്ച ആളെന്ന് പറയുമ്പോൾ തന്നെ വേറെ കുറേ ഫീൽഡിൽ അയാൾ വലിയൊരു പരാജയമായിരിക്കും. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ ഒരു സ്വഭാവമായിട്ട് അതിനെ മനസ്സിലാക്കിയാൽ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല. ഓരോരുത്തരും ഇൻഡിവിജ്വൽ വ്യക്തിത്വങ്ങളാണ്. ഓരോരുത്തർക്കും അവരുടേതായ സെൽഫ് ഐഡൻറ്റിറ്റി ഉണ്ട്. ആ ഐഡൻറ്റിറ്റിയിൽ നിന്നിട്ട് നമ്മൾ എവിടെയൊക്കെ നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റും എന്നുള്ളതടുത്താണ് പ്രധാനപ്പെട്ട പോയിന്റ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ മോട്ടിവേഷൻ, സെൽഫ് ഹെൽപ്പ്, പുറത്തുനിന്നുള്ളൊരു അഡ്വൈസ് നമുക്ക് ആവശ്യമായിട്ട് വരേയില്ല. ഒരു പുസ്തകം ഈ ഏരിയയിലാണെന്ന് പറഞ്ഞു, രണ്ടാമത്തെ ഒരു പുസ്തകം ഉണ്ട്. അപ്പൊ അത് ഈ AI കുറിച്ച് നമ്മളൊക്കെ ഒരു വിസിബിൾ ആയി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ ഒരു AI മറ്റൊരു വശത്തെ കുറിച്ചാണ് നിങ്ങൾ എഴുതി തുടങ്ങിയത്. അപ്പൊ അതിലേക്ക് എങ്ങനെയാണ് ഈ ഒരു, അതായത് അതിലും ഞാൻ പറഞ്ഞ പോലെ ഒരു ബ്രോഡായിട്ടുള്ളൊരു വായന വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ AI എങ്ങനെയാണ് അസമത്വങ്ങൾ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ ആളുകളെ അവരുടെ ജെൻഡർ അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ റിലീജിയസ് ഫെയ്ത്തിനെ ബേസ് ചെയ്തിട്ടോ അവരുടെ ഭാഷാപരമായ സ്റ്റാറ്റസ് വെച്ചിട്ടൊക്കെ എങ്ങനെയാണ് അരികുവൽക്കരിക്കാൻ AI ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ള പഠനങ്ങൾ വളരെ മുമ്പ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്കയിൽ ഒരു ഹൗസിംഗ് സൊസൈറ്റി അവരുടെ ഹൗസ് എങ്ങനെ വിതരണം ചെയ്യും. അപ്പോൾ അതിൽ ആ ഹൗസ് വിതരണം ചെയ്യാൻ അവർ ഈ ഡാറ്റ കളക്ട് ചെയ്തിട്ട് ആ ഡാറ്റ AIയുടെ സഹായത്തോടു കൂടി, അതായത്
2016-17 ആ സമയത്താണ് പറയുന്നത്. അപ്പോൾ അവരതിന് പ്രധാനപ്പെട്ട ഈ AI സിസ്റ്റത്തിന് ഈ ഡാറ്റ അനലൈസ് ചെയ്യാൻ കൊടുത്തപ്പോൾ അതിൽ കണ്ടെത്തിയ ഏറ്റവും ഭീകരമായൊരു വസ്തുത എന്ന് പറയുന്നത് കറുത്തവർ താമസിക്കുന്ന മേഖലയിലുള്ള ആളുകളെയൊക്കെ ഈ AI സിസ്റ്റം ക്രിമിനലുകളായിട്ടാണ് കണക്കാക്കിയ. കാരണം അവരുടെ കൂടുതൽ പോലീസ് കേസ് ഉണ്ടാവും അവർക്കെതിരെ. പോലീസ് കേസ് എങ്ങനെ അവർക്കെതിരെ ഉണ്ടാവുക? അവർ ഒരു നല്ല ഫെയ്ത്തിൽ, ഗുഡ് ഫെയ്ത്തിൽ ചെയ്യുന്ന ഒരു സംഗതിയെ പോലും ബാഡ് ഫെയ്ത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും സിസ്റ്റംസ് ഒക്കെ എടുക്കുക. എന്നിട്ട് അതിന് അവർക്കെതിരെ കേസ് ഉണ്ടാവും. ഈ കേസുകൾ അവരുടെ റെക്കോർഡിലുണ്ടാവും. സ്വാഭാവികമായിട്ടൊരു ഈ കറുത്ത വർഗത്തിൽപ്പെട്ട ഒരാൾ ഒരു ഹൗസിങ്ങിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ അയാൾ ലോണിന് വേണ്ടിയോ അല്ലെങ്കിൽ ഈ ഹൗസിങ് സ്കീമിൽ ഞങ്ങളൊരു മെമ്പറായിട്ട് അതിൻ്റെ ഒരു ബെനിഫിഷ്യറി ആയിട്ട് അപേക്ഷിക്കുമ്പോൾ ഉടനെ തന്നെ ഡാറ്റ അവനെ ക്രിമിനലായിട്ട് മുദ്രകുത്തുക. അങ്ങനെ വർഷങ്ങളോളം അവർക്ക് ഇത് നിഷേധിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ അന്നത്തെ അമേരിക്ക, എനിക്ക് തോന്നുന്നു ന്യൂയോർക്ക് ടൈംസിലോ മറ്റാണ് അത് ആ ലേഖനം വന്നത്. അത് വായിച്ചപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് തോന്നി. അങ്ങനെ പിന്നെ അതിന് ചൈനയിൽ ഇതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ചൈനയിൽ എങ്ങനെ ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഉയ്ഗൂർ മുസ്ലിങ്ങൾ ആ പ്രവിശ്യയിൽ സിൻജൻ പ്രവിശ്യയിൽ അവിടുത്തെ മുസ്ലിങ്ങളെ ഈ പോലീസ് എങ്ങനെയാണ് ട്രാപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ റേഷൻ വാങ്ങിക്കുന്ന ഒരു കണക്കുണ്ട്. ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾക്ക് ഒരു 5 കിലോ അരിയാണ് ഒരു ദിവസം വേണ്ടതെങ്കിൽ, ജസ്റ്റ് അസ്യൂം ഒരാഴ്ച അവർ 5 കിലോ അരിയിൽ കൂടുതൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഉടനെ സിസ്റ്റം ഡിറ്റക്റ്റ് ചെയ്യും. കാരണം അപ്പോൾ ആരോ അവിടെ വന്ന് ഈ 5 കിലോ അരി ഒരു ദിവസം വേണ്ടെടുത്ത് അല്ലെങ്കിൽ ഒരാഴ്ചയിൽ വേണ്ടെടുത്ത് 7 കിലോ അരി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ 2 കിലോ അരിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ പറ്റുന്ന ഒരാൾ അവിടെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കുടുംബം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അയാളെ പോയി ട്രാപ്പ് ചെയ്യും. അത്രത്തോളം മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ സർവൈലൻസും. അപ്പം അത് അങ്ങനെയാണ് അതിനെക്കുറിച്ച് ആ സമയത്ത് പഠിക്കും. അതിനെ സമയത്ത് ജർമ്മനിയിൽ നിന്നൊരു ഫ്രണ്ട് നമ്മളെ കോളേജിൽ ജാമ്യ മില്ലയിൽ വന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു, നമ്മൾ മനസ്സിലാക്കാത്ത രീതിയിൽ ഈ സിസ്റ്റമിക് വയലൻസ് വർക്ക് ചെയ്യും. അതായത് ജർമ്മനിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ കഴിയുക പോലും ഇല്ല. അതിന്റെ പ്രോസസ്സിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യും. ഏതെങ്കിലും ഒരു കേസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണത്താൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥ. അപ്പോൾ ബേസിക് നീഡ്, ഇപ്പോൾ ഷെൽട്ടർ ആയിക്കോട്ടെ, ഫുഡ്, റേഷൻ, ഇതൊക്കെ നേടിയെടുക്കാനുള്ള ഒരു സ്ഥിതിവിശേഷം അവിടെ ഇല്ല. ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഒപ്രസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. പിന്നെ ഈ ഏരിയ തന്നെ ഞങ്ങൾ 2023 തോന്നുന്നു ഈ പുസ്തകം റിലീസ് ചെയ്തത്. 2023 ഒരു പക്ഷേ ഇതിനെ കുറിച്ച് ആൾക്കാർ അറിഞ്ഞു വരുന്നുള്ളൂ. 2022 നവംബറിലാണ്. അതിൽ ആ സമയത്ത് തന്നെ ഇതിനെക്കുറിച്ച്, ഇതിന്റെ ഒരു മറുവശത്തെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ഓർമ്മയിലുണ്ട്, ഒരു ആർട്ടിക്കിൾസ് ഒക്കെ എഴുതി ഈ എഡിറ്റോറിയൽസിലൊക്കെ വന്നിരുന്നു. അപ്പൊ അത് ഇതിനെ കുറിച്ചുള്ള ഒരു മോശമായ ധാരണ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് അത് ബാധിക്കും? അല്ല, അതിനെക്കുറിച്ചുള്ള മോശമായ ധാരണ നമ്മളാരും പറഞ്ഞു വരുത്തണമല്ല. ശരിക്കും ഇതിന്റെ ഗോഡ് ഫാദർ ജെഫ്രി ഹിൻഡൻ, അദ്ദേഹമാണ് AI-യുടെ ഏറ്റവും ഇന്ന് അറിയപ്പെടുന്ന ഗോഡ് ഫാദർ എന്ന് പറയുന്നത്. അതുപോലെ AI-യുടെ റിസർച്ചിൽ നോബൽ സമ്മാനം കിട്ടിയ ആളാണ് എറിക് ഷ്മിഡ്റ്റ്, മറ്റേ ഇതിൻ്റെ ഗൂഗിളിൻ്റെ മുൻ CEO. അവർ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ജെഫ്രി ഹിൻഡൻ പറഞ്ഞത്, നമ്മളിതിനെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഏജന്റിക് AI ഏജൻസി. അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പം ജെഫ്രി ഹിൻഡൻ്റെ ഈ അടുത്ത് ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു, 60 Minutes, CBSൻ്റെ 60 Minutes. അതിൽ അദ്ദേഹം പറയുന്ന, നമ്മളിപ്പോൾ മനുഷ്യർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്ന AI ആണ് നമ്മുടെ ഇതിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചാറ്റ് GPT ഒക്കെ അങ്ങനെയാണ്. അത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെ ചിന്തിച്ച് നമുക്ക് മറുപടി തരുന്നു. പക്ഷെ അടുത്തൊരു ഘട്ടത്തിൽ സംഭവിക്കുക, AI സ്വയം ചിന്തിക്കും, സ്വയം തീരുമാനം എടുക്കും. സ്വയം തീരുമാനം എടുക്കുന്ന ഇപ്പോൾ തുടങ്ങി. ഇപ്പോൾ ഫലസ്തീനിൽ, ഗസയിൽ ഹമാസിൻ്റെ കുറച്ച് ലക്ഷണങ്ങൾ അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ ലക്ഷണങ്ങൾ ഈ AI ഏജൻസിന് സപ്ലൈ ചെയ്തിട്ടുണ്ട്, അവർക്ക് ഫീഡ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് എവിടെയെങ്കിലും ഒരു ഹമാസിൻ്റെ പോരാളി എവിടെയെങ്കിലും ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബോംബിടാണ്. ആ ബോംബിടാൻ എടുക്കുന്ന തീരുമാനം ഇവരുടെ കൺട്രോൾ ടവറിൽ ഒരു ഹ്യൂമൻ എടുക്കുന്ന തീരുമാനമല്ല, മെഷീനാണ് തീരുമാനം എടുക്കുന്നത്. അവിടെ ഒരു ഹമാസിൻ്റെ ലക്ഷണങ്ങളുള്ള ഒരാൾ അവിടെ ഉണ്ട്, അതുകൊണ്ട് ബോംബിടണം. ആ ബോംബിടുമ്പോൾ അവിടെ കുട്ടികളുണ്ടോ, അവിടെ സ്ത്രീകളുണ്ടോ, വയോജനങ്ങളുണ്ടോ, ഇതൊന്നും പ്രശ്നമല്ല. അത് പ്രശ്നമല്ല എന്ന് അവർക്ക് പിന്നെ അതിനുള്ള എല്ലാ സപ്പോർട്ടും അമേരിക്കയ്ക്ക് കൊടുക്കുന്നുണ്ട്. ആ തീരുമാനം അവരെ ഏക്ക് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പം മറ്റുള്ളവർ വിചാരിക്കും ഇതിപ്പോൾ ഫലസ്തീനിലല്ല, ഗസയിലല്ല, കുറേ പോയിക്കോട്ടെ എന്ന് മറ്റുള്ളവരൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ സംഭവം ഇത് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാ ഫീൽഡിലേക്കും വരണം. ഇപ്പം ഈ ഓട്ടോ പൈലറ്റ് കാറുകളെ കുറിച്ച് പറഞ്ഞല്ലോ. ഓട്ടോ പൈലറ്റ് കാറിൻ്റെ ഒരു പ്രത്യേകത, അപ്പോൾ അവർ ചർച്ച ചെയ്ത ഒരു മോറൽ ഇഷ്യൂ, എത്തിക്കൽ ഇഷ്യൂ എന്ന് പറയുന്നത്, ഈ ഓട്ടോ പൈലറ്റ് കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ കുറച്ച് കുട്ടികൾ ഒരു സ്ഥലത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു.
ഇപ്പുറത്ത് ഒരാൾ ക്രോസ് ചെയ്യുന്നു, ഒരാൾ ഒരു റോഡ് ക്രോസ് ചെയ്യുന്നു. ഈ കാർ ഇങ്ങനെ പോകുമ്പോൾ ഈ ക്രോസ് ചെയ്യുന്ന ആളെ രക്ഷിക്കണോ, അത് സിവിയർ ചെയ്തിട്ട് ആ കുട്ടികളെ രക്ഷപ്പെടുത്തണം. പിന്നെ ഈ കാറിൻ്റെ അകത്തിരിക്കുന്നതിൻ്റെ ഓണറുണ്ട്, അയാളെ രക്ഷിക്കണോ എന്നൊരു തീരുമാനം എടുക്കേണ്ടി വരുന്നു. ഈ ഓട്ടോ പൈലറ്റിന് ഈ തീരുമാനം എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ തീരുമാനം ആരെടുക്കും? ഇത് ഓട്ടോ പൈലറ്റിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അയാൾ ഈ കാറിലിരിക്കുന്ന ആളെ രക്ഷിക്കുള്ളൂ. അപ്പോൾ അയാൾ ചിലപ്പോൾ ഒന്നുകിൽ തീരുമാനിക്കും ക്രോസ് ചെയ്യുന്ന ആളെ ഇടിക്കാൻ, കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ ഇടിക്കാൻ. എങ്ങനെ ഇടിച്ചാലും ഇയാൾ രക്ഷപ്പെടണം. സ്വാഭാവികമായിട്ട് ഈ തീരുമാനം നമ്മൾ AI-ക്ക് വിട്ടുകൊടുക്കുമ്പോൾ അവിടെ മോറൽ എത്തിക്കൽ ഇഷ്യൂ അല്ല പ്രധാനം, ഈ പൈസ മുടക്കിയ ആളുടെ തീരുമാനം. പൈസ മുടക്കിയ ആൾ, കോർപ്പറേറ്റുകളുടെ തീരുമാനത്തിന് അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റിൻ്റെ തീരുമാനത്തിന്, ക്യാപിറ്റൽ ഇറക്കുന്ന ആരാണോ അവരുടെ തീരുമാനത്തിനനുസരിച്ച് ഇത് വരുന്നു. അല്ലെങ്കിൽ അതിനപ്പുറത്ത് യുദ്ധത്തിലാവുമ്പോൾ ആണവ യുദ്ധം നടക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇനിയത്തെ ഒരു കാലത്ത് ആ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കുന്നത് വരെ AI തീരുമാനിച്ചാൽ, AI ഏജൻസി തീരുമാനിച്ചാൽ അത് മനുഷ്യ സമൂഹത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കേണ്ട ആവശ്യം AI-ക്കില്ല. AI-യുടെ തീരുമാനം എന്നെ പഠിപ്പിച്ച് വിട്ട മുതലാളി, എന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ ആരാണോ അയാൾ പറഞ്ഞ അനുസരിച്ച് എനിക്ക് പ്രവർത്തിക്കാം എന്ന ഒറ്റ കൺസിഡറേഷനുള്ളൂ. അത് മാനവരാശിയുടെ നാശത്തിന് കാരണമാകുമെന്ന് പറയുന്നത് നമ്മളാരുമല്ല, ഇതിനെ സൃഷ്ടിച്ച ആളുകൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എറിക് സ്ട്രിമിറ്റ് പറയുന്നുണ്ട്, ഈ ജെഫ്രി ഹിൻഡൻ പറയുന്നുണ്ട്, അതുപോലെ ഡീപ്പ് മൈൻഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഹബാസിസ് എന്ന് പറയുന്ന അദ്ദേഹം, അതിൻ്റെ CEO ഫൗണ്ടർ, ഇവർ പറയുന്നുണ്ട് ലോകത്ത് വലിയ ചർച്ചയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് കാരണം ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ AI സ്വയം തീരുമാനം എടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. മറ്റൊരു ഫീഡ് ചെയ്ത് അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവരാണ് സ്വയം തീരുമാനം എടുക്കുക. അത് ഒരർത്ഥത്തിലും മാനവരാശിക്ക് ഗുണമാവില്ല എന്ന് ഇവരൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അവർ പറയുന്നത് എന്താ? കൺട്രോൾ വേണം, നിയമങ്ങൾ വേണം. നിയമങ്ങളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നിയമം ഒന്ന് ഉണ്ടായി വരുമ്പോഴേക്കും AI വേറെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവും. അതാണ് AI-യുടെ വളർച്ച എന്ന് പറഞ്ഞാൽ അത്ര വേഗത്തിലാണ്. അപ്പോൾ നിയമങ്ങളൊന്നും ഇതിനോട് ക്യാച്ചപ്പ് ചെയ്യുന്നില്ല. പിന്നെ വേണ്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഫണ്ട് ചെയ്യുന്ന ആളുകൾ, ഈ ഫണ്ട് ചെയ്യുന്ന ആളുകൾക്ക് നിയന്ത്രണം വെക്കണം. അതായത് ഒരു AI സിസ്റ്റം നിങ്ങൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാവുന്ന മറ്റ് ബദലുകളും നിങ്ങൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ പലയിടത്തും പ്രശ്നം വെച്ചാൽ ഈ പണം ഇറക്കുന്ന മുതലാളിക്ക് സിസ്റ്റത്തിൽ മാത്രമേ താല്പര്യമുള്ളൂ. അതിനെ കൗണ്ടർ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് ആസ്പെക്റ്റിനെ തടയുന്നതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്ക് താല്പര്യമില്ല. കാരണം അത് കൂടുതൽ ചിലവാണ്, അതിന് പ്രത്യേകിച്ച് റിട്ടേൺ ഉണ്ടാവില്ല. അവിടെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇതിപ്പോൾ രണ്ട് വിഷയങ്ങളാണ്. സെൽഫ് ഹെൽപ്പാണ്, ഒന്ന് AI-ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതെങ്ങനെ ഇതിൽ നിന്ന് ഇനി മറ്റേതെങ്കിലും വിഷയങ്ങളിലേക്ക് കടക്കും? ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് നിങ്ങളൊരു റിസർച്ച് മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്, അതിൽ നിന്നാണ് അങ്ങനെ വിഷയങ്ങളിലേക്കുള്ള ഒരു, അതായത് നമുക്കൊരു താല്പര്യമാണ്. ചിലത് വായിക്കുമ്പോൾ അതിലൊരു ക്യൂരിയോസിറ്റി, ആ ക്യൂരിയോസിറ്റിയുടെ പിന്നാലെ പോകുമ്പോഴാണ് കുറേ കൂടി അതിന് ഡീപ്പായിട്ട് പഠിക്കാൻ സാധിക്കുന്നത്. ഞാനൊരു IT എക്സ്പെർട്ട് അല്ല. എനിക്ക് AI-യുടെ ആ അർത്ഥത്തിൽ AI-യുടെ ABCD അറിയില്ല. പക്ഷേ അതിൻ്റെ ഒരു ഹ്യൂമൻ ആസ്പെക്റ്റ്, അതിൻ്റെ സോഷ്യൽ ആസ്പെക്റ്റ് അങ്ങനെയാണ് പഠിക്കാമല്ലോ. നമുക്കിപ്പോൾ ഒരു മെഡിക്കൽ ഡോക്ടർ ഉണ്ടാവും, പക്ഷേ ആ ഡോക്ടർ ആയിരിക്കില്ല അയാളുടെ എത്തിക്സിനെ കുറിച്ച് പഠിക്കുന്ന ആൾ, അതിൻ്റെ മെഡിക്കൽ ഫീൽഡിൻ്റെ മറ്റു വശങ്ങളെ കുറിച്ച് പഠിക്കുക. അതുപോലെയാണ് ഞാൻ AI-നെ കാണുന്നത്. അതായത് സാങ്കേതിക വിദ്യ മൊത്തത്തിൽ അത് ഉപയോഗിക്കുന്നതിൽ ഞാൻ ധാരാളം പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. ഇപ്പം ChatGPT ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ. അതിൻ്റെ മറ്റെല്ലാ വശങ്ങളും പല കോഴ്സുകൾ, അങ്ങനത്തെ കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ആളാണ്. പേഴ്സണലായിട്ട് ധാരാളമായിട്ട് പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അതൊരു കൺസ്യൂമർ എന്നുള്ള നിലക്കാണ്, അല്ലാതെ അത് നിർമ്മിക്കുന്ന ആളെന്നുള്ള നിലക്കല്ല. പക്ഷെ സ്വാഭാവികമായിട്ടും അതൊക്കെ നമ്മളെയും കൂടി ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് അതിൻ്റെ അതർ സൈഡ് പഠിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ക്യൂരിയസ് മൈൻഡ് നിലനിർത്തുക എന്നുള്ളതാണ്. അത് പഠിച്ചുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ നിങ്ങളെ PhD ശ്രദ്ധിച്ച സമയത്ത് അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. കമ്പാരിറ്റീവ് ലിറ്ററേച്ചറാണ്. ഈ മഹമ്മൂദ് ദർവേഷിന്റെ കവിതകളും വള്ളത്തോൾ നാരായണ മേനോന്റെ കവിതകളും ഉള്ള ഒരു കമ്പാരിസൺ. അത് നമ്മൾ ഖത്തറിൽ വർക്ക് ചെയ്യുന്ന സമയത്താണോ ചെയ്തത്? അതെ, ഞാനത് 2009 ഖത്തറിൽ എത്തുന്നത്. 2011 മദ്രാസ് യൂണിവേഴ്സിറ്റി PhD-ക്ക് രജിസ്റ്റർ ചെയ്യുന്നത്. അവിടുന്ന് പല സബ്ജക്റ്റുകളും ഞാനിങ്ങനെ ജേർണലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു PhD ആണല്ലോ ചെയ്യാൻ പറ്റുക. അപ്പോൾ അന്ന് നമുക്ക് ഗൈഡായിട്ടുള്ള ഒരു ഡോക്ടർ ജോൺ സാമുവൽ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏഷ്യൻ സ്റ്റഡീസ്, മദ്രാസ് യൂണിവേഴ്സിറ്റിക്കുള്ള ഒരു സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ ഒരു വിഷയം സജസ്റ്റ് ചെയ്യുക. കാരണം എനിക്കൊരു അവിടെ നിന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റിസർച്ച് എന്നുള്ള നിലക്ക് അറബ് സാഹിത്യത്തിൽ ഏറ്റവും
പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ഫലസ്തീൻ ഈ റെസിസ്റ്റൻസ് ലിറ്ററേച്ചർ എന്നുള്ളത് ഈ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ശാഖയാണ്. അതിനെക്കുറിച്ചൊരു പുസ്തകം തന്നെ ബാർബറ ഹാർലോയുടെ ഒരു പുസ്തകമുണ്ട്. അത് ശരിക്കും റെസിസ്റ്റൻസ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാ കൊളോണിയൽ ഇൻവേഷനെതിരെ പലതരത്തിലുള്ള ചെറുത്തുനിൽപ്പ് നടത്തിയ പ്രസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ നിക്കരാഗ്വ, പനാമ, അതുപോലെ പല സൗത്ത് ആഫ്രിക്കയിൽ അടക്കം ഇന്ത്യയിലടക്കം എല്ലാ രാജ്യങ്ങളിലും കൊളോണിയൽ ഇൻവേഷനെതിരെ സാഹിത്യത്തെ എങ്ങനെ ഉപയോഗിച്ചു. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമാണ് ഫലസ്തീനിൽ ഇസ്രായേലിനെതിരെ ഫലസ്തീനി കവികൾ നടത്തിയത്. അതിൽ ഗസ്സാൻ കനഫാനി ഒരു നോവലിസ്റ്റും ഒക്കെയാണ്. പിന്നെ സമീഹ കാസിം, അതുപോലെ തന്നെ മുരീദ് ബർഗൂത്തി. അതെ, അങ്ങനെ അത്തരം കവികൾ, പാട്ടുകാർ, നോവലിസ്റ്റുകൾ, ഷോർട്ട് സ്റ്റോറി റൈറ്റേഴ്സ്, ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ ധാരാളം വായിക്കാൻ പറ്റി. അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യാൻ തോന്നുന്നത് മഹ്മൂദ് ദർവേഷിൻ്റെ കവിതകളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു 3 വാള്യമുള്ള ഫുൾ എല്ലാ കവിതകളും വായിച്ചു. അപ്പോൾ ആ വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നമുക്കും ഇന്ത്യയിലും അത്തരം കവികളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ബ്രോഡർ പെർസ്പെക്റ്റീവിൽ പോയി കഴിഞ്ഞാൽ ടാഗോറിനൊക്കെ വേണമെങ്കിൽ കരുതാം. പക്ഷേ ടാഗോറിനെ കുറിച്ച് പറയുന്ന അദ്ദേഹം ഒരു ഐവറി പോയറ്റാണ്. ഐരാവതത്തിൽ ഇരുന്നിട്ട് ചെയ്യുന്ന, അങ്ങനെ ഉണ്ടല്ലോ, ഒരു കംപ്ലീറ്റ് ഗ്ലാസ് വാളിൻ്റെ ഉള്ളിൽ നിന്നിട്ട് കവിത. അപ്പോൾ പിന്നെ നാഷണലിസ്റ്റ് പോയിട്ട് എന്ന് വിളിക്കുന്ന മലയാളത്തിൻ്റെ ഒരു ഏക കവിയാണ് ആ കാലത്ത് ജീവിച്ചിരുന്ന വള്ളത്തോൾ നാരായണ മേനോൻ. അപ്പോൾ ആ 2 കവിതകളും കമ്പയർ ചെയ്യാന്നുള്ളത് നമ്മുടെ ഗൈഡ് തന്നെ പറഞ്ഞു തന്നൊരു നിർദ്ദേശമാണ്. ശരിക്കും അത് കവർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് കോമൺ ക്യാരക്ടേഴ്സും കണ്ടെത്താൻ പറ്റിയില്ല. പക്ഷേ ഡീപ്പായിട്ട് പഠിച്ചപ്പോൾ അതിലൊരുപാട് റെസിസ്റ്റൻസ് തന്നെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതിൽ ഞാൻ നിങ്ങളെ വീഡിയോസ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ അതിലിങ്ങനെ ഒരുപാട് റെഫറൻസ് വരും. മൻഫലൂത്തിന്റെ റെഫറൻസ് അല്ല, പക്ഷേ ഒരുപാട് പുസ്തകങ്ങൾ ഇതിങ്ങനെ വായിക്കുന്നതിന്റെ ഒരു എഫക്ട് നിങ്ങൾ സംസാരത്തിലും കാണാറുണ്ട്. അപ്പോൾ അതിൽ അറബ് സാഹിത്യകാരന്മാരായിക്കോട്ടെ, കവിതകളായിക്കോട്ടെ, പുസ്തകങ്ങളായിക്കോട്ടെ, ഈ പുസ്തകത്തിൽ പോലും മദാരിജ് സാലിക്കിന് ഒരുപാട് പുസ്തകങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വായന, എങ്ങനെയാണ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നത്? ഒരു ദിവസം ഇങ്ങനെ വായിക്കുന്നതാണോ, ഇത്ര വായിക്കും? ഞാനത് വായിക്കാൻ എൻ്റെ ഒരു സ്റ്റൈല് തീരുമാനിച്ചിട്ടുള്ളത്, ഒരുപാട് സമയം അങ്ങനെ ഇപ്പോൾ 1 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് വായിക്കാൻ പറ്റാറില്ല. അപ്പം ഞാനൊരു എല്ലാ ദിവസവും രാവിലെ ഒരു 15 മിനിറ്റ് മാത്രം, ആ 15 മിനിറ്റ് സീരിയസ് വായന. അത് ശരിക്കും അതിനകത്ത് എനിക്ക് ഹെൽപ്പ് ആയത് ഒരു റോബിൻ ശർമ്മയുടെ ഒരു 5 AM എന്ന് പറഞ്ഞിട്ടൊരു 5 AM ക്ലബ്ബ് എന്നുള്ള പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരു 20-20-20 റൂള് പറയുന്നുണ്ട്. രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 20 മിനിറ്റ്സ് മെഡിറ്റേഷൻ, 20 മിനിറ്റ്സ് എക്സസൈസ്, 20 മിനിറ്റ്സ് അന്നത്തെ ഒരു ദിവസത്തിനുള്ള പ്ലാനിങ്. മെഡിറ്റേഷൻ എന്നുള്ളത് നമുക്ക് നമ്മുടെ ഫജർ പ്രെയർ ഉണ്ടല്ലോ, അത് തന്നെ 20 മിനിറ്റ് കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യും. ഞാൻ നടക്കാൻ പോകും. അത് ഏത് ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും മഴയാണെങ്കിലും നടന്നിരിക്കും. ഒരു 20 മിനിറ്റ്സ് മാറ്റി ഒരു 30 മിനിറ്റ് നടത്തും, ഒരു 10-15 മിനിറ്റ് ബാക്കി എക്സസൈസും, അങ്ങനെ. പിന്നെ ഒരു 15 മിനിറ്റ് ഇരുന്ന് വായിക്കും. ആ വായനയിൽ, കാരണം ആ സമയത്തുള്ള വായന എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റപ്ഷൻ ഇല്ലാത്ത വായനയാണ്. കംപ്ലീറ്റ് സോഷ്യൽ മീഡിയ ഒക്കെ മാറ്റി വെച്ചിട്ടുള്ളൊരു വായന. പിന്നെ ഒരു 15 മിനിറ്റ് വൈകുന്നേരം ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ 15 മിനിറ്റ്, രാത്രിയും ഒരു അരമണിക്കൂർ. അപ്പോൾ 1 മണിക്കൂർ എന്നുള്ളത് എന്തായാലും കവർ ചെയ്തിരിക്കും. അപ്പോൾ പിന്നെ ഓഫ് കോഴ്സ് ഇപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ ഉപയോഗങ്ങളൊക്കെ ഞാനങ്ങനെ വല്ലാതെ ഈ റീൽസൊന്നും കാണാൻ സമയം അധികം ചിലവഴിക്കാറില്ല. പക്ഷെ അധികം വായനയ്ക്ക് വേണ്ടിയിട്ടാണ് ഫോൺ തന്നെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത്, വായനയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ റീഡിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു പുസ്തകം വായിക്കണ ഫലം കിട്ടൂലെങ്കിലും ഇപ്പോൾ വായിച്ചേ പറ്റൂ. 1 മണിക്കൂർ വായിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നും. 1 മണിക്കൂർ കുറവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. കുറവാണ്, നമുക്കത് ഭയങ്കര കൂടുതലായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ റുട്ടീൻ ഉണ്ടാക്കി എടുക്കുന്നതോടൊപ്പം തന്നെ കുട്ടികൾക്ക് എന്താണ് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്? അതായത് ഇപ്പോൾ ഒരു ഫ്യൂച്ചറിൽ ഞാൻ നിങ്ങളെ സെഷൻ കേട്ട സമയത്ത് നിങ്ങൾ തന്നെ പറഞ്ഞിരുന്നു പ്രവാസി ജീവിതത്തിൽ നിന്ന് മടങ്ങി വരാനുള്ള ഒരു ഒരുക്കങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൊരു സൂചനകൾ നൽകിയിരുന്നു. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഒരു യങ്ങർ ജനറേഷന് ഈ അർത്ഥത്തിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഈ അർത്ഥത്തിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കീപ്പ് ലേണിംഗ് എന്നുള്ളതാണ്. നിങ്ങളുടെ ഫോർമൽ എഡ്യൂക്കേഷൻ ഒരു പക്ഷേ എവിടെയെങ്കിലുമൊക്കെ അവസാനിച്ചു പോകും. ചിലപ്പോൾ ഡിഗ്രി, ചിലപ്പോൾ PG, ചിലപ്പോൾ PhD. പക്ഷേ നിങ്ങളെന്ന് പഠനം നിർത്തണോ, നിങ്ങൾ അതോടുകൂടി വയസ്സായി. എത്ര വയസ്സായാലും 25 years ആയാലും പഠനം നിർത്തിയാൽ, ലേണിംഗ് എന്ന് പറയുന്ന സംഗതി നിർത്തിയാൽ യു ആർ ആസ് ഗുഡ് ആസ് ഡെഡ്, അല്ലെങ്കിൽ ആസ് ഓൾഡ് ആസ് 70 or 80. അപ്പോൾ കീപ്പ് ലേണിംഗ്. നമുക്ക് ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫോർമൽ എഡ്യൂക്കേഷനേക്കാളും ആളുകൾക്ക് ഗുണം ചെയ്തിട്ടുള്ളത് ഇൻഫോർമൽ ആയിട്ടുള്ള ലേണിംഗ് ആണ്. അതും കൺസിസ്റ്റൻ്റ് ആയിട്ട് ലേൺ ചെയ്യുക. എവിടെ നിന്നെങ്കിലും കിട്ടുന്നതൊക്കെ വായിക്കുക എന്നതിന് അപ്പുറം കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കുക. നിങ്ങളുടെ വായനയെ
ഒരു ഡയറക്ഷനിലേക്ക് തിരിച്ചുവിടുക. ഏതാണോ നിങ്ങളുടെ പാഷൻ, അതെന്തോ ആയിക്കോട്ടെ, ഹലാൽ, ആസ് ലോങ് ആസ് ഇറ്റ്സ് ഹലാൽ ആൻഡ് വിത്തിൻ യുവർ കപ്പാസിറ്റി, യു നീഡ് ടു ലേൺ. അങ്ങനെ നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചാൽ ദർ ഇസ് നോ വൺ ടു ബീറ്റ് യു. കാരണം വെച്ചാൽ ലോകത്ത് 5% ആളുകൾ അങ്ങനെ ചെയ്യണുള്ളൂ. 95% ആളുകൾ അങ്ങനെ ചെയ്യുന്നില്ല. അവരുടെ സമയം അധികവും സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ മറ്റ് ഒരു ഉപകാരവും ഇല്ലാത്ത ഒരുപാട് സംഗതികൾ. ഓഫ് കോഴ്സ് നമുക്ക് വിനോദം വേണം, എൻ്റർടൈൻമെൻറ്റ് വേണം, മറ്റൊരാളുകളായിട്ടുള്ള കണക്ഷൻ, നെറ്റ്വർക്കിംഗ് വേണം, ഒക്കെ വേണം. അതിനൊക്കെ ഓക്കെ, അതിനൊക്കെ ഒരു പരിധി നിശ്ചയിച്ചിട്ട് ജീവിതത്തിൻ്റെ നല്ലൊരു സമയം. ഇപ്പോഴാണെങ്കിൽ പഠിക്കാൻ എന്തൊക്കെ അവസരമുണ്ട്. ഇപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു വിശാലമായൊരു യൂണിവേഴ്സിറ്റിയാണ്. അതായത് നമുക്ക് വേണ്ട ഏത് സംഗതി അവിടെയുണ്ട്. ഇനി അതുകൂടാതെ ഇത്തരം പോഡ്കാസ്റ്റുകൾ, അതുപോലെ ലൈബ്രറി, ഈ ലൈബ്രറി സംവിധാനങ്ങൾ. ഇപ്പം നമ്മളൊരാൾ പഠിക്കാൻ തീരുമാനിച്ചാൽ നമ്മളതിന് സമയം കണ്ടെത്തിയാൽ മതി. വാട്ട് എവർ ഈസ് യുവർ മോഡ് ഓഫ് ലേണിംഗ്, അത് വിഷ്വലായിട്ടാണ്, വീഡിയോ കണ്ടിട്ടാണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ അത്, പുസ്തകം വായിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാനിപ്പോൾ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ നല്ല വീഡിയോസ് സെലക്ട് ചെയ്തിട്ട് അത് ഡൗൺലോഡ് ചെയ്തിടും എൻ്റെ ഫോണിൽ. അപ്പോൾ മിക്കവാറും ഒരു 30 minutes 40 minutes കമ്മ്യൂട്ടിങ് ടൈം ഉണ്ടാവും ഓഫീസിലേക്ക് തിരിച്ചും. കൂടാതെ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോഴൊക്കെ എൻ്റെ വണ്ടിയിൽ ഒരു പാട്ടോ സോഷ്യൽ മീഡിയ ഒന്നും ആവില്ല. മിക്കവാറും ഏതെങ്കിലും ഒരു പുസ്തകം, ആ പുസ്തകത്തിൻ്റെ വായന, ഈ ബുക്ക്, ഓഡിയോ ബുക്ക്, അല്ലെങ്കിൽ ഒരു നല്ല സ്പീച്ച്. ഇപ്പോൾ വല്ലാഹ് കൻഫറിൻ്റെ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റുകൾ ഞാൻ ഒരെണ്ണം ഒഴിവാക്കാതെ കേൾക്കുന്നതാണ്. അതുപോലെ ജോൺ മിഷൈമർ, ഏറ്റവും മിഷൈമർ, പ്രൊഫസർ ജോൺ മിഷൈമർ മിഡിൽ ഈസ്റ്റിൽ ഇതിൽ. അതുപോലെ മെഹദി ഹസൻ്റെ ഇത്തരം ഇൻ്റർവ്യൂസ്, ഇതൊക്കെ ഞാൻ PS മോർഗൻ്റെ ഇൻ്റർവ്യൂകൾ. എന്നെ സംബന്ധിച്ച് ഒരു ജേർണലിസ്റ്റ് എന്നുള്ള ആൾക്ക് അത്തരം സംഗതികളുടെ ഒരു പെർസ്പെക്റ്റീവ് നന്നായിട്ട് ആവശ്യം. പക്ഷേ മുൻപത് വായനായിരുന്നെങ്കിൽ അതാണ് അത് ഇറ്റ്സ് ഓക്കെ. നമ്മൾ വായിക്കുക എന്നുള്ളത് മാത്രമാക്കണ്ട, കേൾക്കലും നല്ല പഠനമാണ്. പക്ഷെ വായനയുടെ ഒരു സുഖം, ഇപ്പോൾ ഈ ഒരു പുസ്തകം എടുത്ത് നമ്മൾ വായിക്കുമ്പോൾ ഒരു വരി നമ്മൾ വായിക്കുമ്പോൾ ആ വരി നമ്മുടെ അതങ്ങനെ പതിക്കും. അതുപോലെ അല്ല കേൾക്കുന്നത് ഇങ്ങനെ ജസ്റ്റ് ഒരു പാസിങ് റെഫറൻസ് ആണ്. പക്ഷേ ഇഫ് യു ആർ കൺസിസ്റ്റൻറ്റ്, നമ്മളതിന് ഞാൻ ഉറപ്പായിട്ട് പറയുന്നത്, ഞാൻ ഈ ഫൈനാൻഷ്യൽ ഫ്രീഡത്തെക്കുറിച്ചൊക്കെ ക്ലാസ് എടുക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, പ്രത്യേകിച്ച് പ്രവാസികളുടെ ഇടയിൽ. അതിനകത്തേക്ക് ഞാൻ വരാം. പക്ഷെ അവരോടൊക്കെ ഞാൻ പറയുന്നൊരു സംഗതി, അത് ചിലപ്പോൾ നമ്മുടെ ഖദർ വിശ്വാസത്തിനെതിരായിരിക്കും, പക്ഷെ എന്നാൽ പോലും ഞാനത് പറയാറുണ്ട്. അതായത് നമ്മൾ പാവപ്പെട്ടവരായി ജനിക്കുന്നു എന്നുള്ളത് നമ്മുടെ കുറ്റമല്ല, പക്ഷെ പാവപ്പെട്ടവരായിട്ട് നമ്മൾ മരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ കുറ്റമാണ്. എങ്ങനെ? നമുക്ക് പടച്ചോൻ ഒരു അവസരം തന്നതാണ് ഈ ഭൂമിയിൽ, നമ്മൾ പരിശ്രമിക്കാനും സമ്പാദിക്കാനും ഒക്കെ. അപ്പോൾ അത് നമ്മൾ ഉപയോഗപ്പെടുത്താത്തതാണ് നമ്മുടെ പ്രശ്നം. എന്നിട്ടും ചില ആളുകൾ അങ്ങനെ ഉണ്ടാവും, ഒരു 5% അങ്ങനെ ഉണ്ടാവും, എത്ര ശ്രമിച്ചിട്ടും. അത് ഈ വിഷയത്തിലും ബാധകമാണ്. ഈ നോളജിൻ്റെ വിഷയത്തിലും. നിങ്ങൾക്കൊരു ഫോർമൽ എഡ്യൂക്കേഷൻ കിട്ടിയില്ല എന്നുള്ളത് നിങ്ങളുടെ പ്രശ്നമല്ല. ഒരു പക്ഷേ മാതാപിതാക്കൾക്ക് അതിനുള്ള കഴിവുണ്ടാവില്ല, നിങ്ങൾക്ക് അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടാവില്ല. പക്ഷേ അത് കഴിഞ്ഞ് നോളജ് ഇല്ലാതെ നിങ്ങൾ മരിക്കുകയാണെങ്കിൽ ഇറ്റ്സ് യുവർ ഫോൾട്ട്. കാരണം ഇത്രയും ഓപ്പർച്യൂണിറ്റി, ഇത്രയും സമയം, എത്ര സമയമാണ് നമുക്ക് കിട്ടുന്നത് നോക്കിയേ. ആരാണ് പറയുന്നത് സമയമില്ല എന്ന് പറയുന്നത്? നമുക്ക് പ്രിയോറിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ സമയം സെറ്റ് ചെയ്തിരിക്കും. എല്ലാവർക്കും ഇല്ലെങ്കിൽ ഒരു പരിധി വരെ 95% ആൾക്കാർക്കും എക്സ്ക്യൂസ് ഇല്ല. അതാ പറഞ്ഞ 5% എല്ലാറ്റിനും ഒഴിവാണ്. 5 അല്ല, ഒരു 2% അങ്ങനെയാ പറയാം. ഇതിൽ നിങ്ങളെ വിഷയങ്ങളിൽ തന്നെ ഈ പ്രവാസികൾക്ക് ഒരുപാട് ഈ ഫിനാൻഷ്യൽ ഫ്രീഡം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. ഈ പ്രവാസി ലോകത്ത് തന്നെ ഒരുപാട് ആളുകൾ എൻഗേജ് ആയി പോകുന്നത് പലപ്പോഴും വർക്കിലേക്ക് മാത്രമായിട്ട് പോകുന്നത് നമ്മൾ മുമ്പ് സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് ഒരു പ്രവാസി മാത്രമല്ല, അപ്പോൾ പ്രവാസം എന്ന് പറയുമ്പോൾ മിഡിൽ ഈസ്റ്റ് മാത്രമല്ലല്ലോ, ഒരുപാട് ആളുകൾ യൂറോപ്പിലുണ്ട്, ഓസ്ട്രേലിയ, പല രാജ്യങ്ങളിലായിട്ട്. ഇവിടെ കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ, തിരുവനന്തപുരത്ത്, കോഴിക്കോട് ഒന്നും അങ്ങനെയൊക്കെ. അപ്പൊ എങ്ങനെയാണ് അവർക്ക് ഇത്, നിങ്ങൾ പലപ്പോഴും പല ഏരിയകളിലേക്ക് വികസിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇപ്പം ജേർണലിസ്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഏരിയ ഉണ്ട്, അതേപോലെ ഓതർ ആവുന്നത്, അതേപോലെ ഫിനാൻഷ്യൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അഡ്വൈസുകൾ കൊടുക്കുന്നത്, പല മേഖലകളിലേക്ക് എങ്ങനെയാണ് ഇതിനെ ടൈമിനെ നമ്മൾ കൺസ്യൂം ചെയ്യാൻ, എങ്ങനെയാണ് ഇതിനെ റെഡിയാക്കി എടുക്കുന്നത്? അതെ, നമ്മൾ ഒരുപാട് ചിതറിപ്പോകരുത്. അതാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പറയാനുള്ളത്. ഇപ്പം ഇത്തരം വിഷയങ്ങൾ ചിലത് നമ്മുടെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കാരണം നമ്മൾ പല വിഷയങ്ങളിലേക്കും നമ്മൾ ഒതുങ്ങിപ്പോയേക്കാം. പക്ഷേ നമ്മളുടെ കോറായിട്ടുള്ള 1-2 വിഷയങ്ങൾ നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കണം. ആ കോർ ഫീൽഡിൽ കാര്യമായി ഫോക്കസ് ചെയ്യണം. ഇപ്പം എൻ്റെ ഒരു കഴിവ് ജേർണലിസം ആണെങ്കിൽ ആ ജേർണലിസം എൻ്റെ പ്രധാനപ്പെട്ടൊരു ഫീൽഡായിരിക്കണം. അതിന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ളതിലേക്ക് സമയം കൊടുക്കുന്നത്.
അപ്പോൾ 1, 2, 3 ഒക്കെ ഫീൽഡ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. എനിക്ക് ഓരോരുത്തരും അവരവർക്ക് താല്പര്യമുള്ള 1, 2, 3 ഫീൽഡ്. ഇപ്പോൾ സഫാനെ സംബന്ധിച്ച് എന്താണോ താല്പര്യം, അത് ഇപ്പോൾ ഇതുപോലെ ഇങ്ങനത്തെ മീഡിയ വർക്കാണെങ്കിൽ അത്, ചിലപ്പോൾ ഒരു പക്ഷേ വേറെ ഏതെങ്കിലും എഡ്യൂക്കേഷൻ ഫീൽഡാണെങ്കിൽ അത്, എന്നിട്ട് അതിന് നമ്മുടെ അതായത് ശരിക്കും അതിനകത്ത് ഏറ്റവും നല്ല എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ഈ സ്റ്റീഫൻ കവിയുടെ ഒരു ഹാബിറ്റ് ഉണ്ട്, ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. പ്രിയോറിറ്റി. നിങ്ങൾക്കൊരു റോള്, ഫാമിലിയിലൊരു റോളുണ്ട്. അപ്പോൾ ആസ് എ ഫാദർ, ആസ് എ ഹസ്ബൻഡ്, ആസ് എ സൺ ഒരു റോള്. പിന്നെ നിങ്ങൾക്ക് ജോലി സ്ഥലത്തൊരു നിങ്ങൾക്കൊരു റോളുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ മീഡിയ ഓഫീസർ എന്നുള്ള നിലക്കൊരു റോളുണ്ട്. സോഷ്യൽ സർക്കിളിൽ നമുക്ക് നമ്മുടെ സംഘടന അല്ലെങ്കിൽ പ്രാസ്ഥാനിക ജീവിതത്തിലൊരു റോൾ ഉണ്ടാവും. അതുപോലെ പിന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട ഹോബി, പാഷൻ, അതുമായിട്ട് ഈ റോളിലൊക്കെ നമ്മളൊരു ഒരാഴ്ചയായിരിക്കണം നമ്മുടെ പ്ലാനിങ്ങിൻ്റെ പ്രധാനപ്പെട്ട യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു ഡെയിലി പ്ലാനിങ് അത്ര ഇഫക്റ്റീവ് ആവില്ല. ഡെയിലി പ്ലാനിങ് എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ അർജൻറ്റ് തിങ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വീക്കിലി ഒരു സമയം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡേയോ പർട്ടിക്കുലർ ഡേയ്സോ, ഇപ്പോൾ നമ്മളൊരു ഫാദർ എന്നുള്ള നിലക്ക് എനിക്ക് മക്കളുടെ കാര്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മക്കളുമായിട്ടുള്ളൊരു സംഭാഷണത്തിനും അവരോട് ഒന്നിച്ചിരിക്കുന്നതിനോ അവരോട് ഒരു ടൂർ പോകുന്നതിനോ അവരായിട്ട് അതിനൊരു സമയം അങ്ങനെ വീക്കിലി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാറ്റിനും സമയം ഉണ്ടാവും. ഡെയിലി നമുക്ക് പ്രശ്നമായ അത് ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് ഒരിക്കലും പ്രാക്ടിക്കൽ ആവില്ല. എന്ന് മാത്രമല്ല ഡെയിലി പ്ലാൻ ചെയ്യുന്നത് അധികവും നമ്മുടെ സമയം കവർന്നെടുക്കുന്ന അർജൻറ്റ് സംഗതികളാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഇൻ്റർവ്യൂ ഇത് നമ്മൾ എപ്പോൾ പ്ലാൻ ചെയ്ത എത്രയോ മുമ്പ്. അപ്പോൾ ഞാൻ ഈ ഒരു 5 ദിവസം ശരിക്ക് ഇന്നത്തെ കാരണം കഴിഞ്ഞ 1-ാം തീയതി യാത്ര തുടങ്ങിയതാണ്. ഇവിടുന്ന് വയനാട് പോയി, വയനാട് നിന്ന് കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം എല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നേക്കുന്നത്. ഇനിയും തിരിച്ചൊരു അപ്പോൾ ഈ പ്ലാനിങ്ങാണ് നമ്മളെ സഹായിക്കുക. നമ്മുടെ കാര്യങ്ങൾ എന്തിനാണോ പ്രിയോറിറ്റി അതാദ്യം ഫിക്സ് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ളത് ഫിക്സ് ചെയ്യുക. അതിന് അദ്ദേഹം സ്റ്റീഫൻ കവി ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒരു കുപ്പിയിൽ ഒരു വലിയ ബോട്ടില്ലേ, നമ്മൾ ആദ്യം തന്നെ പിന്നെ ചെറിയ ചെറിയ സംഗതികൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ചരൽക്കല്ലിട്ട് മണ്ണിട്ട് വെള്ളമിട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ കല്ല് അതിലിടാൻ പറ്റില്ല. പക്ഷെ ആദ്യം തന്നെ വലിയ കല്ലുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ കുറേശ്ശെ ചരൽക്കല്ലുകൾ അതിലിടാൻ വെള്ളം ഫില്ല് ചെയ്യാൻ പറ്റും. അതിനൊരു നല്ല എക്സാമ്പിളാണ് അത്. അപ്പോൾ എപ്പോഴും ജീവിതത്തിൻ്റെ ഫസ്റ്റ് തിങ്സിനെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വീക്കിലി എന്നുള്ള നിലക്ക് എടുത്തിട്ട് പ്ലാൻ ചെയ്താൽ വളരെ എഫക്റ്റീവായിട്ട് നടക്കും എന്നുള്ളത്. പ്രവാസ ലോകത്ത് നിന്ന് തിരിച്ചു വരാനുള്ളൊരു പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും അതിനെ കാണുന്നത് നമ്മളെവിടെ ആയിരുന്നാലും, പ്രവാസത്തിലായിരുന്നാലും ഇപ്പോൾ ഇവിടെ നാട്ടിലായിരുന്നാലും, നമുക്ക് ചെയ്യാനുള്ള ഒരു ദൗത്യത്തെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പ്രവാസം ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ്. ശരിക്കും എനിക്ക് പ്രവാസം ഒരു പ്രശ്നമായിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കൊന്നും മിസ്സായിട്ടില്ല. മിസ്സാവുന്നത് നമുക്ക് സ്വാഭാവികമായിട്ട് ബന്ധങ്ങൾ മിസ്സാവും സ്വാഭാവികമായിട്ട്. ഇപ്പോൾ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം, എൻ്റെ ഫാമിലി അവിടെ ഉള്ളതുകൊണ്ടാണ് എനിക്കത് കാര്യമായിട്ട് പറയാൻ സാധിക്കുന്നത്. അതിന് പറ്റുന്നൊരു ജോലി ഉള്ളതുകൊണ്ടാണ്. പക്ഷേ അതില്ലാത്ത ആളുകളോട് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, നമുക്ക് ഇന്നത്തെ കാലത്ത് ബന്ധങ്ങൾ നിലനിർത്താനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പണ്ടത്തെ പോലെ കത്തെഴുതിയിട്ടോ അല്ലെങ്കിൽ പിന്നെ ഒരുപാട് കാലം കാത്തിരുന്നിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ആ മിസ്സിങ് വരാതെ നമ്മൾ പ്രവാസത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ യങ്സ്റ്റേഴ്സായിട്ട് വരുന്ന ഒരുപാട് ആളുകൾ അവിടെ നമുക്ക് കണ്ടുകിട്ടും. അവരോടൊക്കെ ഞാൻ പറയുന്നത്, നിങ്ങൾ തിരിച്ചു പോകുന്ന ഒരു കാലത്ത് സാമ്പത്തികമായി മറ്റാരെയും ആശ്രയിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഒരു ഫൈനാൻഷ്യൽ ഫ്യൂച്ചർ കെട്ടിപ്പടുക്കാൻ, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കിയെടുക്കാനുള്ള സംഗതികൾ ചെയ്യണം. അതിന് നമ്മൾ ധാരാളം ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഞാനിപ്പോൾ തന്നെ ഒരു 100 ക്ലാസ്സുകൾ അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ സംഘടിപ്പിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റും. അതിൽ ചെറിയ വരുമാനം, ഒരു 1000 റിയാൽ വരുമാനമുള്ള ആളോടും നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത്, നിങ്ങൾ എക്സ്പെൻസിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ 200 റിയാലെങ്കിലും, അതിലൊരു 20% ഭാവിക്ക് വേണ്ടി മാറ്റിവെക്കാൻ പറ്റണം. അപ്പോൾ പലരും പറയുന്നത് അങ്ങനെയൊന്നും മാറ്റിവെക്കാൻ പറ്റില്ല എന്നാണ്. പക്ഷേ ഓരോരുത്തരുടെയും സിറ്റുവേഷൻ എടുത്ത് പരിശോധിച്ച് അഡ്വൈസ് ചെയ്ത് കഴിയുമ്പോൾ അവർ പറയും പറ്റുമെന്നാണ്. ആദ്യം പറയും 1000 റിയാലിന് എന്താ സേവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരുടെ മൊത്തം കാര്യങ്ങളെടുക്കും, ആദ്യം അവരുടെ സിറ്റുവേഷൻ എടുക്കും, എങ്ങനെയാണ് ജീവിക്കുന്നത്, എന്തൊക്കെയാണ് ചിലവ്, ഈ ചിലവിൽ ഏതൊക്കെ മാറ്റി നിർത്താൻ പറ്റും, ഇങ്ങനെ അനലൈസ് ചെയ്ത് അവസാനം അവർ സമ്മതിക്കും എനിക്ക് 200 സേവ് ചെയ്യാൻ പറ്റും. ആ 200 ഭാവിയിലേക്ക് വേണ്ടി മാറ്റിയേക്കും. അപ്പോൾ എന്ന് വെച്ചാൽ അതിന് ഒരു 10-30 വർഷം ഗൾഫിൽ നിന്ന ധാരാളം ആളുകളുടെ എക്സാമ്പിൾ പിന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് 30 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് 5 പൈസ കയ്യിലില്ലാതെ, കുറച്ച് വീടുണ്ടാവും, ഒരു വലിയ വീടുണ്ടാവും, കുറേ പേരെ സഹായിച്ചിട്ടുണ്ടാവും, പെമ്മക്കളെ കെട്ടിച്ച് വെച്ചിട്ടുണ്ടാവും, സഹോദരിമാരെ കെട്ടിച്ച് വെച്ചിട്ടുണ്ടാവും,
ബാക്കിയൊന്നുമില്ല. എന്നിട്ട് പിന്നെ പോയി സെക്യൂരിറ്റി ജോലി എടുക്കുന്ന ആളുകൾ, ചെറിയ ചെറിയ ജോലികൾ, അവസാനം ചിലപ്പോൾ കുടുംബം തന്നെ. അപ്പോൾ അത്തരം ഒരു അവസ്ഥ ഇനി ഒരാൾക്കും വരരുത് എന്നുള്ള നിലക്ക് ധാരാളം പേരെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാറുണ്ട്. അവരിൽ പലരും ഇപ്പോൾ ഈ അടുത്തൊക്കെ പലരും വിളിച്ചിട്ട് പറഞ്ഞു, അന്ന് ആ ക്ലാസ്സിൽ കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കിയപ്പോൾ ഞങ്ങൾക്ക് തിരിച്ച് വന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്ന കഴിഞ്ഞ ഒരു 5 വർഷം 10 വർഷം അതിനു മുമ്പ് അത് ആലോചിച്ചിരുന്നെങ്കിൽ അവർ പറഞ്ഞത് ഇപ്പോഴാണ് ഞാനിത് കേൾക്കുന്നത്, ഇതിനു മുമ്പ് ഇത് കേട്ടിരുന്നെങ്കിൽ എന്ന് പലരും ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ആരോ ഒരാളെ അവരെ പറഞ്ഞു കൊടുക്കാനില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ഫിനാൻഷ്യലി നമ്മൾ സൗണ്ട് ആവുക, ഫ്രീഡം അറ്റൈൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമുക്ക് മാത്രമല്ല, നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് ആളുകൾ മാത്രമല്ല, ഒരുപാട് ആളുകൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉപകാരപ്പെടും. തീർച്ചയായിട്ടും നാട്ടിലായിക്കോട്ടെ. അതായത് ഇതിപ്പോൾ പ്രവാസത്തിൽ ജീവിക്കുന്നവർ മാത്രമല്ല, നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്കും ഇത് ബാധകമാണ്. നാട്ടിൽ ജീവിക്കുന്നവരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത് എത്ര വിഭാഗം ഉണ്ടാവും? ഒരു 2% അല്ലേ, മാക്സിമം പോയ ഒരു 5%. അത്ര ആളുകൾക്ക് സർക്കാർ ജോലിയും പെൻഷനുള്ളൊരു ജോലി കിട്ടുക എന്ന് പറയുന്നത് 5% ആളുകൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സമ്പാദിക്കാൻ തുടങ്ങുന്ന കാലം മുതൽ നമുക്കൊരു വരുമാനം കിട്ടി തുടങ്ങുന്ന അന്ന് മുതൽ ചെറിയ എമൗണ്ട് സേവ് ചെയ്യാൻ നമ്മൾ ശീലിക്കണം. അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റിനെ നമ്മൾ മുസ്ലിങ്ങൾ ഹറാമാണ് എന്ന് പറഞ്ഞിട്ട് അകറ്റി നിർത്തിയ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എടുത്താൽ 15% സ്റ്റോക്സും ഹലാലാണ്, 50% സ്റ്റോക്സ് ശരിയ കംപ്ലൈൻ്റ് ആണ്. അതിനെങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും? മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, ടാറ്റ എത്തിക്കൽ ഫണ്ട് പോലെ, ടോറസ്, അതിനെക്കുറിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മളുടെ ബോയ്ക്കോട്ട് ലിസ്റ്റിലൊക്കെ വരുന്നത് അതിനപ്പുറത്തുള്ള പല സംഗതികളുണ്ട്. ഇപ്പം അത് ഇനിയിപ്പോൾ അങ്ങനത്തെ മ്യൂച്വൽ ഫണ്ടുകളല്ലാതെ ചെറിയ ഇപ്പം ഗ്രീൻ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ട് സ്മോൾ കേസിൻ്റെ ഒരു കമ്പനി അവർ ഇസ്ലാമിക്കലി എന്ന് പറഞ്ഞൊരു ആപ്പ് മുഖേന നമുക്ക് അത്തരം സംഗതികൾ കണ്ടെത്താൻ പറ്റും. ഷെയറുകൾ നമുക്ക് തന്നെ സ്വയം ഒരു ഡിമാറ്റ് അക്കൗണ്ടും പിന്നെ PIS അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അതിനുവേണ്ട ഗൈഡൻസ് പലർക്കും കൊടുത്ത് അവർ ചെയ്യാറുണ്ട്. അപ്പോൾ ഏത് രൂപത്തിലാണോ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക, നമ്മുടെ ഈ പറഞ്ഞ സേവിങ്സ്, ഏറ്റവും പ്രധാനം ചിലവ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ മെയിൻ പ്രശ്നം അവിടെ കിടക്കണം. ആർക്കും അതിനകത്തൊരു കൺസെപ്റ്റും ഇല്ല. ചിലവിൽ കിട്ടുന്ന വരുമാനം ചിലവ് ചെയ്ത് പോവുക എന്നതാണ്. ഗൾഫിലാവുമ്പോൾ ആളുകളുടെ ഒരുപാട് കമ്മിറ്റ്മെൻറ്റുകൾ ഉണ്ടാവും, ബന്ധുക്കളെ സഹായിക്കേണ്ടതും അതുപോലെ തന്നെ മറ്റ് ഞാൻ എപ്പോഴും പറയേണ്ടത് സ്പെൻഡിങ് എന്ന് പറയുന്ന 2 സ്പെൻഡിങ് ഉണ്ട്. ഒന്ന് ഇമോഷണൽ സ്പെൻഡിങ് ഉണ്ട്, മറ്റൊന്ന് ലോജിക്കൽ സ്പെൻഡിങ്. ഇമോഷണൽ സ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ തോന്നുന്ന ഒരു സാധനം, ഇത് അപ്പുറത്തുണ്ടല്ലോ അതുകൊണ്ട് ഇപ്പുറത്ത് വാങ്ങിക്കാം, മറ്റാളുടെ കയ്യിൽ അതുണ്ടല്ലോ, ഐഫോൺ അവൻ്റെ അടുത്തുണ്ട് അതുകൊണ്ട് എനിക്കൊരു ഐഫോൺ വേണം എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വരുമാനമല്ല നോക്കുക, ഞാൻ അത് എങ്ങനെയെങ്കിലും വാങ്ങിക്കണം. അപ്പോൾ അതൊരു ഇമോഷണൽ സ്പെൻഡിങ് ആണ്. നമ്മൾ ലോൺ എടുക്കും, EMI ആയിട്ട് എടുക്കും. അതേസമയം എനിക്ക് ലോജിക്കലായിട്ട് അത് നമ്മൾ തന്നെ ചിന്തിക്കുമ്പോൾ എനിക്കിപ്പോൾ അതിൻ്റെ കിട്ടിയ എൻ്റെ ആവശ്യങ്ങൾ എന്താ, എനിക്കൊരു ഫോൺ വേണം, സ്മാർട്ട് ഫോൺ ആയിരിക്കണം, അതിൽ ഇന്ന ഫെസിലിറ്റി വേണം, അതിന് പറ്റുന്നത് ഇനിയിപ്പോൾ അതിനകത്ത് ക്യാമറ വേണം, നല്ല ക്യാമറ വേണം, ഒക്കെ ആയിക്കോട്ടെ, അതെല്ലാം ആവാം. പക്ഷെ അത് എൻ്റെ വരുമാനത്തിൻ്റെ അകത്ത് നിന്ന് ചിലവഴിക്കുമ്പോഴേ അത് ലോജിക്കലാവുന്നുള്ളൂ. മറ്റത് ഇമോഷനാണ്. ഇതെല്ലാ വിഷയത്തിലും ബാധകമാണ്. ഒരു വിവാഹം നടത്തുന്നിടത്ത്, വീടുണ്ടാക്കുന്നിടത്ത്, പ്രത്യേകിച്ച് ഗൾഫുകാരെ സംബന്ധിച്ച് വീടുണ്ടാക്കുന്നതൊക്കെ വലിയ ചിലവുള്ള സംഗതി. അവിടെയൊക്കെ സ്പെൻഡിങ്ങിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറുമ്പോൾ സേവ് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ സൗണ്ട് ആവുന്നിടത്ത് നമ്മൾ ഇത്തരത്തിൽ നമ്മളെ ചുറ്റുമുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളൊരു കോഴ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഫലസ്തീനിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് സ്വന്തം ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം. ഇത്തരത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടേക്കും ഏതെങ്കിലും അർത്ഥത്തിൽ സഹായിക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ സൗണ്ട് ആയിരിക്കണം. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ആ ഒരു മോട്ടിവേഷൻ എപ്പോഴും പല ആളുകളെ അലട്ടാറുണ്ട്. അത് അങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ പറയുന്ന ഓരോ പോയിന്റ്സും എല്ലാവർക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആവും. നമ്മൾ സ്വന്തം ഡെവലപ്പ് ചെയ്യുമ്പോൾ മാത്രമാണ് മറ്റുള്ളവരെ നമുക്ക് സഹായിക്കാൻ കഴിയുള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഞാൻ എപ്പോഴും ഈ ക്ലാസ് എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളുടെ സർക്കിളുകളാണെങ്കിൽ ഞാൻ എല്ലാ ടൈപ്പ് ആളുകൾക്കും ഈ ക്ലാസ് എടുക്കാറുണ്ട്, പല മത വിശ്വാസങ്ങളുള്ള. പക്ഷെ നമ്മുടെ സർക്കിളിലാണ് ഞാൻ പറയുന്നൊരു സംഗതി, ഈ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികൾ 6 പേരും വലിയ ധനികരായിരുന്നു. ഇന്നത്തെ കണക്ക് പറഞ്ഞ ബില്യണേഴ്സായിരുന്നു. അപ്പോൾ ആ ബില്യണുകൾ ഉള്ളതുകൊണ്ടാണ് ഇസ്ലാമിന് ആദ്യകാലത്ത് നിലനിൽപ്പെടാൻ. ഇപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് 100 ഒട്ടകത്തെ കൊടുത്ത് മോചിപ്പിക്കാൻ, ബിലാൽ റളിയല്ലാഹുവിന് 100 ഒട്ടകം കൊടുത്ത് മോചിപ്പിക്കാൻ പറ്റിയത് കൊണ്ടാണ് ബിലാൽ ഇസ്ലാമിനെ തുടക്കത്തിൽ മക്കയിൽ നിലനിൽപ്പുണ്ടായത്. ആ പൈസ അല്ലെങ്കിൽ അതിന് പറ്റുന്ന സമ്പത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കയ്യിൽ ഇല്ലായിരുന്നുവെങ്കിൽ അത് സാധിക്കില്ല, അത് ഉപയോഗപ്പെടുത്തി.
അതുപോലെ ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് റസൂല് പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖദീജയുടെ പണം എനിക്ക് ഉപകാരപ്പെട്ട അത്ര മറ്റാരുടെ പണം എനിക്ക് ഉപകാരപ്പെട്ടില്ല. കാരണം ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ റസൂല് ദീനി പ്രബോധനമായിട്ട് നടക്കുകയാണ്. അപ്പോൾ വീട്ടിൽ തീ പുകയണം, പ്ലസ് സമൂഹത്തിൽ ഒരുപാട് ചിലവുണ്ട്. ഈ ചിലവുകളൊക്കെ നിയന്ത്രിക്കാൻ കിട്ടിയ പണം ഖദീജ റളിയല്ലാഹു അൻഹയുടെ പണമാണ്. ആ പണം ഇല്ലെങ്കിൽ റസൂൽ എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ദൗത്യം നിർവഹിക്കാൻ പറ്റില്ല. നമ്മൾ പണം എന്ന് നമ്മുടെ ഒരു കൺസെപ്റ്റ് തന്നെ മാറിപ്പോയി. എന്തിനെത്ര പണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നമുക്കിങ്ങനെയൊക്കെയാണ് ജീവിച്ചു പോയാൽ പോരെ. അതല്ല, ഈ ദീനിൻ്റെ നിലനിൽപ്പിന്, സമുദായത്തിൻ്റെ നിലനിൽപ്പിന് ഇന്നിപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ പവർ എന്താ? ലോകത്തെ ഏറ്റവും വലിയ പവർ എന്ന് പറഞ്ഞാൽ പണമാണ്. പണത്തിൻ്റെ പുറത്താണ് പരുന്ത് പറക്കാത്തത്. അപ്പോൾ നമ്മൾ പക്ഷെ പണം ചെലവഴിക്കുന്നത് എടുത്ത് പലതും ഇപ്പം ഒരുപാട് സമ്പത്തുള്ള ആളുകൾ മുസ്ലിങ്ങളുടെ കൂടുതൽ അവർ പണം ചെലവഴിക്കുന്നത് എവിടെയാണ്? അവരുടെ പേഴ്സണൽ ആഡംബരങ്ങൾക്കൊക്കെയാണ്. പക്ഷെ അവർ ഈ മുസ്ലിം, ഇപ്പോൾ പ്രത്യേകിച്ച് ഫലസ്തീൻ പ്രശ്നം നമ്മൾ പറയുമ്പോൾ, ഫലസ്തീൻ ലോബിങ്ങിന് വേണ്ടി എത്ര പണം മുസ്ലിങ്ങൾ ചിലവഴിക്കാറുണ്ട്? അറബ് മുസ്ലിം രാജ്യങ്ങൾ ഇസ്രായേൽ അവരുടെ സയനിസ്റ്റ് ലോബിങ്ങിന് വേണ്ടി നടത്തുന്ന പണം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ 0.0001%. കഴിഞ്ഞൊരു ഡിബേറ്റിലും പോഡ്കാസ്റ്റിലൊക്കെ ഇങ്ങനെ കേട്ടു. അതായത് നമുക്ക് മുസ്ലിങ്ങൾക്കൊരു ഉള്ളിലൊരു സങ്കടമുണ്ട്, ഇത്രയും ജനസംഖ്യ ഉണ്ടായിട്ട് 2 ബില്യൺ പീപ്പിൾ ലോകത്തുണ്ടായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനേക്കാൾ ഇത് അത്ഭുതത്തോടു കൂടി കാണുന്ന യൂറോപ്യൻസാണ്. യൂറോപ്യൻസ് നോക്കിക്കാണുന്നത് ഇത്രയും വലിയൊരു റിസോഴ്സ് ഉണ്ടായിട്ട്, ആളുകൾ ഉണ്ടായിട്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അവരാണ് അത്ഭുതപ്പെടുന്നത്. നമുക്ക് ആ ഒരു വിഷമവും ഇതിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവർ അത്ഭുതപ്പെടുകയാണ്. ഇവൻ ട്രംപ് പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ ഈ രാജ്യങ്ങളൊക്കെ ഇവരുടെ മുൻപിൽ ഇങ്ങനെ നിലനിൽക്കുകയും ഒന്നും ചെയ്യാതെ നിലനിൽക്കുക, ഇത്രയും റിസോഴ്സുകൾ ഉണ്ടായിട്ട് ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ളൊരു അത്ഭുതം ഇവർക്കുണ്ട്. വളരെ പോയിന്റാണ് അത്. ഇത്രയും റിസോഴ്സസ് ഉണ്ട്, എത്രയാണ് നമ്മൾ ചിലവാക്കുന്നത്, ഇതിനു വേണ്ടിയിട്ട് ചിലവാക്കുന്നത് എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. അർത്ഥത്തിൽ നമ്മൾ എപ്പോഴും സൗണ്ടായിരിക്കുക. അതാണ്, അതായത് ഈ ഫൈനാൻഷ്യൽ നമ്മളുടെ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളുടെ അസ്തിത്വത്തിന് തന്നെ കാരണമായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പം ലോകത്തെ ഏറ്റവും പ്രതിശീർഷ വരുമാനം, അതായത് ഒരു വ്യക്തിക്ക് പെർ ക്യാപിറ്റ ഇൻകം ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിലൊന്ന് നമ്മളാണ്, നമ്മുടെ മുസ്ലിം രാജ്യമാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റികളുള്ള രാജ്യങ്ങൾ നമ്മുടെയാണ്. ഇതൊക്കെ ആയിട്ട് നമ്മുടെ ഒരു മുസ്ലിം സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ലോകത്തിന് മുന്നിൽ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിൽ എത്തുന്നതിൻ്റെ കാരണം ഇതിൻ്റെ ഒരു ജുഡീഷ്യസ് ആയിട്ടുള്ള ഉപയോഗം നമുക്ക് നടക്കാത്തതുകൊണ്ടാണ്. വ്യക്തികളെ സംബന്ധിച്ചും അത് ബാധകമാണ്. അതായത് ഈ ഒരു കുടുംബം, ആ കുടുംബത്തിന് നല്ലൊരു സമ്പത്ത് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ അവർ ഫൈനാൻഷ്യലി വളരെ സ്റ്റേബിൾ ആയിരിക്കുക, പെട്ടെന്ന് കാണാൻ നമ്മൾ അവർ വല്ലാതെ ഫൈനാൻഷ്യലി തകർന്നു പോകുന്ന അവസ്ഥ കാണുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു വിനിയോഗം, അതിൻ്റെ പ്ലാനിങ് നടക്കുന്നില്ല. ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ABCD പലർക്കും അറിഞ്ഞുണ്ട്. ഒരു കുടുംബനാഥൻ മരണപ്പെട്ടു പോകുന്നതോടുകൂടി മക്കളത് പിന്നെ വല്ലാതെ ചിലവഴിച്ചൊക്കെ ഇട്ട് ദൂർത്തടിച്ച് കളയുന്നു. അപ്പോൾ ഇത് ചെറുപ്പം മുതലേ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ തന്നെ കുട്ടികൾക്ക് തന്നെ കൊടുക്കേണ്ട ഒരു വിദ്യാഭ്യാസമാണ് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ കുറിച്ച്. പ്ലസ് അതിൻ്റെ അത് ഉപയോഗപ്പെടുത്തിയിട്ട് സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ഒരു മുഅ്മിൻ എന്നുള്ള നിലക്ക്. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഒരുപാട് നമുക്ക് എക്സാമ്പിൾ കാണാൻ പറ്റും. ഈ പറയുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ഒരു വലിയ തോട്ടം, അദ്ദേഹത്തിന് ഒരു കിണർ ദാനം ചെയ്തു, അതുപോലെ ഒരുപാട് നമുക്ക് എക്സാമ്പിൾ ഒരുപാടുണ്ട്. അപ്പം ദീനീ ബാധ്യത കൂടിയായിട്ട് ഇതിനെ മനസ്സിലാക്കുമ്പോഴാണ് ആ ഒരു ഇൻഡിപെൻഡൻസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. നമ്മളൊരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ മീഡിയ ഇതൊക്കെ ആണെങ്കിലും, രണ്ടാമത്തെ ഒരു രണ്ട് പ്രൈമറി ഇൻട്രസ്റ്റ് കൂട്ടാണെങ്കിൽ ഒന്ന് യാത്രയാണ്. ചോദിക്കുകയാണെങ്കിൽ യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണോ? എത്ര യാത്ര ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് പലയിടത്തും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ അടുത്ത് ഞങ്ങൾ പോയത് ഇറ്റലി, സ്വിറ്റ്സർലൻഡ് ഒക്കെ ഒരു യാത്ര പോയിരുന്നു. ഒറ്റക്ക് പോകാറാണ്? അല്ല, ഞാൻ കൂട്ടുകാരായിട്ടാണ് അത് പോയത്, ഗ്രൂപ്പായിട്ട്. പിന്നെ ഫാമിലി ആയിട്ട് മലേഷ്യ, അതുപോലെ തുർക്കി, പിന്നെ അസർബൈജാൻ, ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇനി അടുത്തും അതുപോലെ പല പ്ലാനിങ് ഉണ്ട്. അപ്പം യാത്ര ചെയ്യുന്നിടത്ത് ഞാൻ പ്രത്യേകമായി യാത്ര ചെയ്യുമ്പോൾ ഇത്തരം വിഷയങ്ങൾ പ്രാധാന്യപൂർവ്വം ജിയോഗ്രഫിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും. ഇനി എൻ്റെ 1-2 പ്ലാനുകളുണ്ട്. ഇപ്പോൾ ബോസ്നിയയുടെ ആ ഒരു പ്രാധാന്യമൊക്കെ വെച്ചിട്ട്, അതുപോലെ മൊറോക്കോ, സ്പെയിൻ, പിന്നെ അറബ് നാടുകൾ. അപ്പോൾ ഒരു യാത്ര വല്ലാതെ ഒരു പാഷനായിട്ട് കൊണ്ടുവരും. ഇപ്പോൾ ഇവിടെ നാട്ടിൽ ലീവിന് വന്നാലും വാഹനം എടുത്ത് കാർ ഓടിച്ച് കറങ്ങാന്നുള്ളത് തന്നെയാണ് എൻ്റെ. ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമാണ്. വായനയാണോ ഈ യാത്രക്ക് അതാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്? തീർച്ചയായിട്ടും. അതായത് നമ്മളൊരു
അങ്ങനെയുണ്ടല്ലോ മൻ മൻ അറഫ ലുഗത്ത ഖൗമിൻ അമീന ഷർറുഹു എന്നുണ്ട്. അതായത് ഒരു ജനതയുടെ ഭാഷ ഒരാൾക്ക് അറിഞ്ഞാൽ പിന്നെ അവരുടെ ഉപദ്രവത്തിന് അയാൾ രക്ഷപ്പെട്ടു എന്നുള്ളത്. ഇതുപോലെ നമ്മൾ പല കൾച്ചറിനെയും അടുത്തുനിന്ന് അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവരോടുള്ള ഇൻറ്ററാക്ഷൻ സാധ്യമാവും. ഇപ്പോൾ അസർബൈജാനിൽ ഞങ്ങൾ പോയപ്പോൾ അവിടുത്തെ ആ ഒരു കൾച്ചർ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ അവരെന്തുകൊണ്ട് ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നു, ഇത് ഞാൻ ശരിക്കും അറിയാൻ ശ്രമിച്ചൊരു സംഗതിയാണ്. ഭയങ്കര കോൺഫ്ലിക്റ്റ് ആണ്. തുർക്കിയുടെ കീ പാർട്ണറാണ്, പക്ഷേ തുർക്കിയോട് ആവശ്യപ്പെടുന്നത് ആദ്യം അസർബൈജാൻ ഒഴിവാക്കണം. അതാണ് അപ്പോൾ ശരിക്കും ആ അർത്ഥത്തിലാണ് യാത്രകൾ നമുക്ക് ഗുണമാവുക. നമ്മൾ ആ ജനതയെ അറിയുക, ജനതയുടെ കൾച്ചർ അറിയുക, അവരുടെ ഒരു പ്രത്യേകിച്ച് അവർ അർമീനിയായിട്ടുള്ള കോൺഫ്ലിക്റ്റ്. ഞങ്ങൾ അസർബൈജാനിൽ പോയപ്പോൾ ആ നഗാർണോ കാരാബാഖ് എന്ന് പറഞ്ഞ ആ പ്രദേശത്ത് വരുന്നത് അവരുടെ ഏതാണ്ട് ഒരു 30 yearsോളം വലിയൊരു വാറ് നടന്ന പ്രദേശമാണ്. അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അവിടെ ആ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾ അവരൊക്കെ ആയിട്ട് നേരിട്ട് കണ്ടു സംസാരിച്ചു. അത് വലിയ അനുഭവമായിരുന്നു. അപ്പോൾ യാത്ര എന്ന് പറയുന്നത് വെറും ഒരു വിനോദം എന്നുള്ള നിലയ്ക്ക്, സ്ഥലം കാണുക എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, സിറ്റികൾ നമുക്ക് എല്ലായിടത്തും ഒരേപോലെയാണ്. ഇപ്പോൾ ഖത്തറിലുള്ള ദോഹയിലുള്ള കെട്ടിടങ്ങൾ തന്നെയാണ് ചിലപ്പോൾ അസർബൈജാനിൽ പോയാലും കെട്ടിടങ്ങളായിട്ടുണ്ടാവുക. പക്ഷേ സിറ്റി എൻ്റർടൈൻമെൻറ്റ് അതിനേക്കാൾ അപ്പുറം അവരുടെ ചരിത്രം, അവരുടെ സംസ്കാരം, ഭാഷ, അവരുടെ ഫുഡ് അതൊക്കെ പരിചയപ്പെടുക. പിന്നെ അവരുടെ കല, അവരുടെ സാഹിത്യം, ഇതിനു കൂടി ഒരവസരം ആയിട്ട് ഞാൻ യാത്ര ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇറ്റലി പോയപ്പോഴും നമ്മളെ ഈ പോഡ്കാസ്റ്റിലൊക്കെ പലപ്പോഴും പോഡ്കാസ്റ്റിങ്ങിൻ്റെ ഒരു ലെവല് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഭയങ്കര വിസിബിൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ചില പോഡ്കാസ്റ്റുകൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എന്തിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ പോഡ്കാസ്റ്റിൻ്റെ ഒരു ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അതായത് ഞാൻ പറയുന്നത് മീഡിയ എന്ന് പറയുന്ന മീഡിയ ലാൻഡ്സ്കേപ്പ് ഇവോൾവിംഗ് ആണ്. ഒരു മീഡിയക്കും ഇപ്പോൾ പ്രിന്റ് മീഡിയയുടെ കാര്യം എടുത്ത് നോക്കിയേ, പ്രിന്റ് മീഡിയ പതുക്കെ എക്സ്റ്റിങ്ക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതേസമയം നല്ലൊരു ശതമാനം ആളുകൾ ഇപ്പോഴും പ്രിന്റ് മീഡിയനെ ആശ്രയിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഗൾഫിൽ ദുബായിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് 200 പേജായിരുന്നു ഗൾഫ് ന്യൂസ്. 200 പേജ് ഇൻക്ലൂഡിങ് അവരുടെ ക്ലാസിഫൈഡ്, പിന്നെ പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞ സെപ്പറേറ്റ് സെക്ഷൻ, ടാബ്ലോയിഡ് സെക്ഷനുകൾ. ഇപ്പം അത് വെറും 20 പേജാണെന്നാണ് കേട്ടത്. ഞാൻ ഈ അടുത്തൊന്നും ആ പത്രം കണ്ടിട്ടില്ല, പക്ഷെ അങ്ങനെ കേട്ടു. എന്ന് പറഞ്ഞാൽ പ്രിന്റ് മീഡിയയോടുള്ള താല്പര്യം, കാരണം ഈ ക്ലാസിഫൈഡ് മൊത്തം ഓൺലൈനായി മാറി. ഇപ്പം എല്ലാം ഇൻസ്റ്റാഗ്രാമും ഒക്കെ ആയിട്ട് മാറിയല്ലോ, ഫേസ്ബുക്കിലെ ആഡും ഒക്കെ ആയിട്ട് മാറി. അപ്പോൾ ഈ മീഡിയ ലാൻഡ്സ്കേപ്പ് ഇവോൾവ് ആണ്. പക്ഷെ ഒരു കാര്യം ഒരിക്കലും മാറൂല, എന്താ വെച്ചാൽ മനുഷ്യൻ്റെ ക്യൂരിയോസിറ്റി, അറിയാനുള്ള താല്പര്യം, അതിനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്ന എല്ലാ മീഡിയയും നിലനിൽക്കും. അപ്പം മീഡിയ ലാൻഡ്സ്കേപ്പ് മാറും. പ്രിൻ്റ് മീഡിയ എന്ന് ആളുകൾ വിഷ്വൽ മീഡിയയിലേക്കും, വിഷ്വലിൽ നിന്ന് അതിൻ്റെ അപ്പുറത്ത് വല്ല എന്തെങ്കിലുമൊക്കെ പുതിയ സംവിധാനങ്ങളുണ്ട് അതിലേക്കൊക്കെ മാറും. ബട്ട് ആ ക്യൂരിയോസിറ്റിയെ തൃപ്തിപ്പെടുന്നതായിരിക്കും. അപ്പോൾ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ താൽക്കാലികമായിട്ട് വലിയൊരു പോപ്പുലറൊക്കെ ആയിട്ട് വരുന്നുണ്ട്, അത് ആളുകൾക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഈ ഒരു ക്യൂരിയോസിറ്റി ഉള്ള ആളുകളെ ടാർഗറ്റ് ഇപ്പോൾ എല്ലാം വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് മാറാനുള്ളൂ. ഇപ്പോൾ പണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു ബിൽ ബോർഡ് കുട്ടികളെ ആകർഷിച്ചിട്ട് ഒരു സ്ഥാപനത്തിൻ്റെ ബിൽ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കാണും, പാരൻസും കാണും, കുട്ടികളും കാണും, ഒക്കെ കാണും. ഇപ്പോൾ പക്ഷേ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ ഒരു ബിൽ ബോർഡ് വെക്കൂല. അവരൊരു ഇൻസ്റ്റാ സ്റ്റോറി ഉണ്ടാക്കിയിട്ടോ അതിൻ്റെ റീൽ ഉണ്ടാക്കിയിട്ടോ ആ കുട്ടികൾക്ക് മാത്രം സ്പെസിഫിക് ആയിട്ട് എത്തിക്കുകയാണ്. എങ്ങനെ എത്തിക്കുക? മെറ്റയുടെ അടുത്ത് ഇവരുടെ ഡാറ്റ ഉണ്ട്, നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, നമ്മൾ എഗ്രി ചെയ്തിട്ട് കൊടുക്കുന്ന ഡാറ്റ, അത് കംപ്ലീറ്റ് അവർ ഉപയോഗപ്പെടുത്തിയിട്ട് ആ ഡാറ്റയിൽ അവർ സ്പെസിഫിക് ആണ്. ഇപ്പോൾ ഇന്നലെ ഞാൻ ഒരാളെ പരിചയപ്പെട്ടു, ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ് അയാളുടെ പ്രൊഫഷൻ. അപ്പോൾ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറയുന്ന സംഗതി അതാണ്, ഇത് പരസ്യം അഡ്വർടൈസ്മെൻറ്റിൻ്റെ ലോകമേ മാറിപ്പോയി. ഇപ്പോഴും ആളുകൾ ഒരു ബിൽ ബോർഡ് ഫിറ്റ് ചെയ്യും, അല്ലെങ്കിൽ പത്രത്തിലൊരു പരസ്യം കൊടുക്കും, ടി വിയിലൊരു ചാനലിൽ ഒരാട് കൊടുക്കും. പക്ഷെ അതെന്തിനാ? അത് അവരുടെ ഒരു ബ്രാൻഡ് വിസിബിലിറ്റിക്ക് വേണ്ടി മാത്രം. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് അഡ്വർടൈസ്മെൻറ്റ് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തണമെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള. അതുപോലെ പോഡ്കാസ്റ്റ് നമ്മൾ ആരാണോ അത് ചെയ്യുന്നത്, അവരത് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണോ അവർക്ക് വേണ്ട രൂപത്തിൽ അതിനെ ഡിഫൈൻ ചെയ്യും, അവരുടെ ടേസ്റ്റിനെ തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ അതിനകത്ത് കണ്ടൻറ്റ് കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് നിലനിൽക്കും. ഇനി അതിൻ്റെ അടുത്തൊരു ഇവോൾവിങ് സ്റ്റേജ് എന്താണോ അതിനകത്തേക്ക് മാറാൻ നമുക്ക് പറ്റണം. ഞങ്ങളതിന് 2 വർഷത്തെ ഒരു ടൈമാണ് കാണുന്നത്. ഇപ്പോൾ ഈവൻ 1 വർഷം കഴിഞ്ഞു, ഒരു 2 വർഷം കൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു മോഡൽ ഇത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഈവൻ ഈ പോഡ്കാസ്റ്റുകളൊക്കെ ഔട്ടർ സ്പേസിലേക്ക് മാറി, റൂമിൽ നിന്ന് പുറത്തിറങ്ങി. ഈവൻ വാക്കിങ്ങിൽ പോലും പോഡ്കാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയും പോഡ്കാസ്റ്റുകൾ അങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ പ്രാധാന്യം നിലനിൽക്കുന്നുണ്ട്. ആ ഒരു ഓഫ് കോഴ്സ് ആ സാധനം നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിന്റെ മോഡൽ മാറിക്കൊണ്ടിരിക്കുകയാണ്.
ഞങ്ങൾക്ക് ഇതിനെ എങ്ങനെയെങ്കിലും ഒരു അടുത്തൊരു മോഡിലേക്ക് ഇതിനെ കേട്ടണം എന്നുണ്ട്. ട്രാവൽ ചെയ്തുകൊണ്ട് ഇപ്പോൾ നമുക്ക് നമ്മളൊരു പ്ലാൻ ഉണ്ടായിരുന്നതാണ്. ഇപ്പം പല രാജ്യങ്ങളിലും ട്രാവൽ ചെയ്തിട്ട് അവിടെ നിന്നിട്ട് ആ ഒരു അവിടുത്തെ ഒരു വൈബ് പോഡ്കാസ്റ്റ് ചെയ്യാം, അവിടെ ഒന്നുകൂടി അവിടെയുള്ള ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. അങ്ങനെ വെറൈറ്റി ഓഫ് ഐഡിയാസ് ഉണ്ട്. പക്ഷേ ഇതിന് എക്സിക്യൂഷനിൽ എത്തുമ്പോൾ നമുക്ക് ഇതിൽ സ്റ്റഡീസ് മുമ്പിലുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇതിലാണ് ഇങ്ങനെ നിലനിൽക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ഓരോരുത്തരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതൊക്കെയാണ് ഇതിൽ മാറ്റാൻ പറ്റുക, ഏതൊക്കെ തരത്തിലാണ് പോഡ്കാസ്റ്റുകളെ നമുക്ക് കൊണ്ടുവരുമ്പോൾ പുതിയ രീതിയിലേക്ക്. തീർച്ചയായിട്ടും ഇതിനൊരു, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്യൂരിയോസിറ്റി ആളുകൾക്ക് ഉള്ളിടത്തോളം കാലം ഇതിനൊരു ഭാവിയുണ്ട്. അപ്പോൾ അവരുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മളുടേതായിട്ടുള്ള ഫോർമാറ്റിലും അതിൻ്റെ ടെക്നോളജിയിലും ഒക്കെ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ സാധിക്കും. സാമ്പത്തിക ചിലവും ഒക്കെ ഒരുപാട് ഉള്ള ഒരു സംഗതിയാണത്. പക്ഷെ അത് നമുക്ക് എന്തായാലും അതിൻ്റെ എനിക്ക് പ്രധാനമായിട്ട് തോന്നിയൊരു സംഗതി അതിൻ്റെ അകത്തൊരു വില്ലിങ് ടു ചേഞ്ച് ഡിപ്പെൻഡിങ് ഓൺ ദ സർക്കംസ്റ്റാൻസ്. അതിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആളുകളുടെ, നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് മാറാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇതിനെന്തായാലും ഒരു ഭാവി ഉണ്ടാവും. എന്തായാലും ഞങ്ങൾ ഇങ്ങനെ ഇൻസൈറ്റ്സ് എടുത്തുകൊണ്ടിരിക്കുന്നു. പലരെയും കാണാറുണ്ട്, പലരോടും സംസാരിക്കാറുണ്ട്. ഇത്തരത്തിൽ നമ്മളിപ്പോൾ ഇരുന്നത് പോലും നമുക്ക് ഇൻസൈറ്റ് കിട്ടുക എന്നുള്ളതാണ്. ഓഡിയൻസിന് ഒരുപാട് ഡാറ്റ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മളിങ്ങനെ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ PG ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ നൈറ്റിൽ പോഡ്കാസ്റ്റ് ചെയ്യും, ചിലപ്പോൾ വൈകുന്നേരങ്ങളിൽ മറ്റു സെഷൻസിൽ പങ്കെടുക്കും. ഇത്തരത്തിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാ ഇനിയൊരു പക്ഷേ അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. മറ്റു പല ഏരിയകളും കവർ ചെയ്യാനും ഉണ്ടായിരുന്നു. സാഹിത്യം, ഞാൻ ബുക്ക് വായിക്കുമ്പോൾ ഒക്കെ അതിൽ റെഫറൻസ് വരുന്ന സമയത്ത് ആ ഏരിയകൾ ഇങ്ങനെ ചോദിക്കണമെന്നുണ്ട്. പക്ഷേ നമുക്ക് സമയക്കുറവുണ്ട്, ആ ഏരിയകളിലേക്കൊന്നും കടക്കാൻ പറ്റിയില്ല. ഇൻഷാ അല്ലാ മറ്റൊരു ദിവസം എന്തായാലും ആ ഒരു ഏരിയകളിലേക്കും. ഇപ്പോൾ മഹമ്മൂദ് ദർവീഷിന്റെ ക്ലാസ് ഞാൻ കേട്ടിരുന്നു, ഒരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പോഡ്കാസ്റ്റ് അതിൽ തന്നെ ചെയ്യണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാവും. പക്ഷേ നമ്മളിത് വൈഡായിട്ടാണ് ഇപ്പോൾ കവർ ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാ ഭാവിയിൽ അങ്ങനെ ഒരു എപ്പിസോഡും കൂടി വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ ഇതിപ്പോൾ ഒരു വൈഡ് റേഞ്ചിങ് ഇൻ്റർവ്യൂ ആണ്, അല്ലെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ കവർ ചെയ്തു. അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും അതിൽ താല്പര്യം ഉണ്ടാവുക. കാരണം ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അത് തന്നെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാനും ഒരു മടിയുണ്ടാവും. അതിൽ താല്പര്യമുള്ളവർക്ക് മാത്രമാണ്. ഇത് പോഡ്കാസ്റ്റിൻ്റെ ഒക്കെ ഓഡിയൻസ് എന്ന് പറയുന്നത് വെറൈറ്റി ഓഫ് ഓഡിയൻസ് ആണല്ലോ. അപ്പം എല്ലാവർക്കും എന്തെങ്കിലും ഒന്നൊക്കെ കിട്ടുന്ന, അതായത് ഇപ്പോൾ എനിക്ക് സഫ്വാനിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടാവും, ആരുടെ അടുത്തും പഠിക്കാനുണ്ടാവും, എല്ലാവരിൽ നിന്നും പഠിക്കാനുണ്ടാവും. കാരണം എല്ലാ ജീവിതങ്ങളും വ്യത്യസ്തങ്ങളാണ്, എല്ലാ യാത്രകളും വ്യത്യസ്തങ്ങളാണ്. അപ്പം നമ്മുടെയൊക്കെ ലൈഫ് ജേണി എന്ന് പറയുന്നത് ഒരുപാട് പരിവർത്തനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ള ഒരു സംഗതി അതാണ്, നമ്മളെല്ലാവരിൽ നിന്നും പഠിക്കുക. കണ്ടുമുട്ടുന്ന എല്ലാവരുടെ അടുത്തും എന്തെങ്കിലും ഒന്ന് പഠിക്കാനുണ്ടാവും. ഒരു ചുമട്ടുകാരനാവട്ടെ, ഒരു ശുചീകരണ തൊഴിലാളി ആവട്ടെ, അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടാവും. അപ്പോൾ കേൾക്കാൻ തയ്യാറാവുക, ഒരു ജിജ്ഞാസയുള്ള മനസ്സും കൂർപ്പിച്ച ഒരു കാതും നല്ല ക്യൂരിയോസിറ്റി ഉള്ളൊരു മൈൻഡും ഉണ്ടെങ്കിൽ എല്ലാവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവും. ആ ഒരു പഠനത്തിനുള്ളൊരു വേദിയായിട്ട് ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും ഇത്രയും നേരം എന്നെ ഹോസ്റ്റ് ചെയ്തതിന് താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളിതിൽ രേഖപ്പെടുത്തുക. അതുപോലെ എന്തൊക്കെ ഡെവലപ്മെൻറ്റുകളാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വരുത്താൻ സാധിക്കുക എന്നുള്ളത് ഞങ്ങളെ അറിയിക്കുക. അടുത്ത ആഴ്ച പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. ഇൻഷാ അല്ലാഹ്.